പ്രതീക്ഷിക്കരുത്. ഇത് പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ യഅമൽ ലിദുനിയാക കഅന്നക തഈശു അബദ, ഒരുപാട് കാലം ജീവിക്കും എന്ന ഒരു പ്ലാനിങ്ങിൽ നിങ്ങൾ ഈ ലോകത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾ അങ്ങനെ ചെയ്തു കൊള്ളണം. വഅമൽ ലി ആഖിറതിക കഅന്നക തമൂതു ഗദ, പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നാളെ നമ്മൾ മരിക്കും എന്ന രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്. ഈ ദുനിയാവിന് പ്രവർത്തിക്കുമ്പോൾ ഞാനിപ്പോൾ എന്തിനാണൊരു പള്ളി ഉണ്ടാക്കുന്നത്, എന്തിനാണൊരു മദ്രസ, എന്തിനാണൊരു വിദ്യാഭ്യാസ സ്ഥാപനം, എന്തിനാണൊരു കച്ചവടം, അങ്ങനെയല്ല. ഒരുപാട് കാലം നിങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന പ്ലാനിങ്ങിൽ നിങ്ങൾ തുടങ്ങിക്കോ. ആഖിറത്തിൻ്റെ വിഷയത്തിൽ നാളെ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുകയാണ്. ആ രീതിയിലാണ് ആഖിറത്തെ കാണേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു റമദാനിൽ നിന്ന് അടുത്ത റമദാനിലേക്ക്, വറമദാനു ഇലാ റമദാൻ കഫാറത്തു മാ ബൈനഹുമാ, ഒരു റമദാനിൽ നിന്ന് അടുത്ത റമദാൻ ഇടയിലുള്ള ഭാഗം അള്ളാഹു പാപങ്ങൾ പൊറുക്കുമെന്നാണ്. വൽ ഉംറത്തു ഇലൽ ഉംറ വൽ ഹജ്ജു ഇലൽ ഹജ്ജ്, ഒരു ഹജ്ജ് മുതൽ അടുത്ത ഹജ്ജ് വരെ, ഒരു ഉംറ കഴിഞ്ഞാൽ അടുത്ത ഉംറ വരെ. വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ കഴിഞ്ഞാൽ അടുത്ത ജുമുഅ വരെ. കഫാറത്തുൽ ലിമാ ബൈനഹുമാ ഇദാ ജുതിനിബത്തിൽ കബായിർ, വൻ പാപങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ എല്ലാ ചെറുദോഷങ്ങളും റമദാൻ കൊണ്ട് അള്ളാഹു പുറത്തു തരുമെന്നാണ്. അള്ളാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമുണ്ടാകാൻ, സംതൃപ്തി ഉണ്ടാവാൻ അള്ളാഹു നമുക്ക് നൽകുന്ന അവസരങ്ങളാണ് ഇതുപോലെയുള്ള വിശുദ്ധ സമയങ്ങൾ. അള്ളാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആൻ അവതരിച്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും ബദർ രണാങ്കണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ലൈലത്തുൽ ഖദർ വരാനിരിക്കുന്ന വളരെ ശ്രേഷ്ഠമായ അൽ അഷ്റുൽ അവാഖിറും, റമദാനിൻ്റെ ആദ്യവും പകുതിയും അവസാനത്തെയും രാവുകളും പകലുകളുമൊക്കെ ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായ വിധത്തിൽ നമുക്ക് ഈ വർഷം ഒന്ന് അതിൽ നിന്ന് ശരിയായ ഫലം നമുക്ക് കണ്ടെത്താൻ കഴിയണം. അതിനായിരിക്കട്ടെ നമ്മുടെ പരിശ്രമങ്ങളെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ചില കാര്യങ്ങൾ, ചില ഉസൂലുകളുണ്ട് ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാന വിഷയങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയാൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയും. അത്തരം ചില കാര്യങ്ങളെ ഞാൻ സ്പർശിക്കുകയാണ്. ഒരു 10-30 വരും. അത് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നത് ഓർത്തെടുക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ചു പോകാം. ഒന്ന്, കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ച്, നമ്മുടെ കഴിഞ്ഞ ഇന്നലെയെ സംബന്ധിച്ചുള്ള ടെൻഷൻ ഒഴിവാക്കണം, തൗബ ചെയ്യണം. പക്ഷേ ഞാനാ ചെയ്തത്, അത് കാരണം എൻ്റെ കാര്യം എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിരാശയും എന്തെന്നില്ലാത്ത ഒരു തരത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുന്ന വിധം നമ്മുടെ ഇന്നലെയെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇന്നലെ കഴിഞ്ഞുപോയി, ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. നാളെ നമുക്ക് കിട്ടുമോ എന്നറിയുമോ? ഇല്ല. ഇന്നമ യബ്ന ആദം ഇന്നമ അൻത തലാഥ. മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറയുമായിരുന്നു, മറ്റു പല മഹാന്മാരുടെയും ഉദ്ധരണികളുണ്ട്. മനുഷ്യ, നീ ആകെ 3 ദിവസമാണ്. ഒന്ന് യൗമുൻ മള, കഴിഞ്ഞുപോയി, അതൊരിക്കലും നിനക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. നമ്മളന്ന് നന്മ ചെയ്തു, അള്ളാഹു സ്വീകരിച്ചെങ്കിൽ അൽഹംദുലില്ലാ. നമ്മൾ തെറ്റ് ചെയ്തു, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. പക്ഷേ ആ കഴിഞ്ഞ കാലത്തെ തെറ്റുകളെ ഓർത്ത് മുഴു സമയവും നമ്മളിങ്ങനെ ഖിന്നരായി ദുഃഖിതരായി ഒരു പണിയെടുക്കാതെ ആ ഇന്നലെയോർത്ത് സങ്കടപ്പെട്ടിരുന്നാൽ ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? നമുക്ക് ഇന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇന്നലെ തൗബ ചെയ്യേണ്ടത് തൗബ ചെയ്ത് നിർത്തുക. അല്ലാഹു അത്തായിബു മിനദ് ദംബി കമല്ലാ ദംബല. ഒരു തെറ്റിൽ നിന്ന് തൗബ ചെയ്യുന്ന മനുഷ്യൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. ഇന്നലെ ഞാൻ അങ്ങനെ എൻ്റെ കഴിഞ്ഞ കാലം, ചെറുപ്പകാലം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, നമസ്കാരം ഖളാ കിട്ടിയോ? അൽഹംദുലില്ലാ. തൗബ ചെയ്തു മടങ്ങിയോ? അൽഹംദുലില്ലാ. എന്നല്ലാതെ ഇനി ഞാൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന ചിന്തയിൽ കഴിഞ്ഞ കാലത്തെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കരുത്. ചെയ്യാൻ പാടില്ല. വരാൻ പോകുന്ന നാളെക്കുറിച്ച് നമ്മൾ ഭീതിപ്പെടേണ്ടതുണ്ടോ? നീ 3 എണ്ണമാണ് മനുഷ്യ. മൂന്നാമത്തേത് വഗദുൻ ലാ തദ്രി അതുദ്രികുഹു. നാളെ വരുമോ എന്ന് ആർക്കറിയാം? പലപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ പൗരത്വ നിയമം നടപ്പിലായ എന്തായിരിക്കും? നമ്മൾ പ്രവർത്തിക്കുക, നടപ്പിലാവുമ്പോഴല്ലേ
അതിനിപ്പോൾ തന്നെ ആലോചിച്ചിട്ട് എന്താ കാര്യം? വയസ്സാകുമ്പോൾ കുമ്പിട്ട് നടക്കേണ്ടി വരുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തന്നെ കുമ്പിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നാളെ നമുക്ക് വന്നെത്തുമോ? പലപ്പോഴും പേടിപ്പിക്കപ്പെടുന്ന പലതും സംഭവിക്കില്ല എന്നതാണ് അത്ഭുതം. മനുഷ്യന്മാരങ്ങനെ പേടിച്ച് ജീവിക്കും. ആ ഇന്നമാ യഅ്ദുകുമു ശൈത്വാനു അൽ ഫഖറ വൽ ഫഹ്ശ വയഅ്മുറുകും ബിൽ ഫഹ്ശ. നിങ്ങൾക്ക് പേടിയും ഭയവും ദാരിദ്ര്യവും ഉണ്ടാകുമെന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്നത് പിശാചാണെന്ന് വിശുദ്ധ ഖുർആൻ. അത് ഇബ്ലീസിൻ്റെ ഒരു പണിയാണ്. നിൻ്റെ നാളെ പോയിട്ടോ, നാട് കുട്ടിച്ചോറായി. എന്ത് കുട്ടിച്ചോറ്? അപ്പോഴും നന്മ ബാക്കിയില്ലേ? അപ്പോഴും നല്ല മനുഷ്യർ ബാക്കിയില്ലേ? നല്ല ചിന്തകൾ ബാക്കിയില്ലേ? നല്ല ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുമില്ലേ? അപ്പം നാളെ ലീവ് ഇറ്റ് ഫോർ അള്ളാഹ്. അത് അള്ളാഹുവിന് വിടുക. അത് നാളെ വരുമ്പോഴല്ലേ. നമ്മൾ പ്ലാൻ ചെയ്യണം, നമ്മൾ അതിനു വേണ്ടി കരുതലോടെ ജീവിക്കണം. പക്ഷെ ആ ടെൻഷൻ ഇന്ന് അനുഭവിക്കരുത്. അതാ വരുമ്പോൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് ആലോചിക്കാം. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാവും. ഒന്നാമത്തെ വിഷയം അതാണ്. രണ്ടാമത്തേതാണ് ഈ പറഞ്ഞ നാളത്തെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. പിന്നെ മൂന്നാമത്തേത് ലാ തഹ്തസ്സ മിനൻ നഖ്ദ്. കുറ്റം പറയുന്ന ആളുകളുണ്ടാവും, നമ്മെ നിരൂപിക്കുന്ന ആളുകളുണ്ടാവും. ആ നിരൂപണം കേൾക്കുമ്പോഴേ ആടി ഉലയരുത്. നമ്മൾ ചെയ്തതൊക്കെ ശരിയെന്ന് ലോകത്ത് ആരും പറയില്ല. സ്വന്തം മക്കളും ഭാര്യ വരെ പറഞ്ഞോളന്നില്ല. എന്നാലും പറയും നിങ്ങളാ ചെയ്ത് ശരിയായിട്ടില്ല കേട്ടോ. നിരൂപണങ്ങളിൽ എന്ത് ചെയ്യരുത്? അത് മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? ഗോ അഹെഡ്. അതിൽ തെറ്റുണ്ടോ? തിരുത്തണം. നമ്മൾ ചെയ്തത് ന്യായമാണ്, സത്യമാണ്. പിന്നെ ആരെന്ത് പറഞ്ഞാലെന്താ? ലാ തഹ്തസ്സ മിനൻ നഖദ്. നാലാമത്തേത് അൽ ഈമാനു ബില്ലാഹ് വൽ അമലു സ്വാലിഹ് ഹുവൽ ഹയാ. ജീവിതം എന്നത് അള്ളാഹുവിലുള്ള വിശ്വാസവും സൽക്കർമ്മവുമാണ്. അവിടെയാണ് സന്തോഷം. അമലു സ്വാലിഹ്. നമ്മൾ ഒരുമിച്ച് കൂടിയത് അമലു സ്വാലിഹിനെ കുറിച്ച് ചിന്തിക്കുവാനാണ്. ഈ ചിന്തയും നമ്മുടെ ഈ മജ്ലിസും അള്ളാഹു അങ്ങനെയായി സ്വീകരിക്കട്ടെ. ജീവിതം അതാണ്. അതല്ലാത്തത് എന്താ ബാക്കിയുള്ളത്? അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം. പിന്നെ സൽക്കർമ്മം ചെയ്യുക, പറ്റുന്നത്ര നല്ലത് ചെയ്യുക. ഇനി ഒരു നന്മയും ചെയ്യാൻ കഴിയില്ലേ? ഒരു മനുഷ്യനെ ഉപദ്രവിക്കാതിരിക്കുക. ആരെ ഉപദ്രവിക്കാതെ? അത് തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപകാരം ചെയ്തു കൊടുക്കണേ, കഴിയില്ലെങ്കിൽ കുഫ്ഫ യദക്, നിന്റെ കൈ നീ പിടിച്ചു വെച്ചാൽ മതി. ആരെയും ഉപദ്രവിക്കരുത്. ആരെയും നോവിക്കുന്ന കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ അരുത്. എന്നാൽ തന്നെ ജീവിതം വിജയിക്കും. നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങളല്ലേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആറാമത്തേത് മനസ്സമാധാനം വേണോ? അലൈക ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർത്തേ പറ്റൂ. അതെപ്പോഴും ഓർക്കുക. നാവ് കൊണ്ട് ചൊല്ലുന്നത് മാത്രമല്ല ദിക്ർ, ഖൽബ് കൊണ്ട് ദിക്റുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക. എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മ വരിക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണമേ, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നത്. അതിലൂടെ മാത്രമേ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം വരും എന്നത് രണ്ടാമതാ. ആദ്യം പറഞ്ഞത് അലാ ബിദിക്രില്ലാഹി, അറിയണേ അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടാണ് മനസ്സമാധാനം ഉണ്ടാകുന്നത്. മനസ്സമാധാനം ഉണ്ടാവുന്നത് സ്മരണ കൊണ്ടാണെന്ന് പറയാം. പക്ഷെ അള്ളാഹിനെ സ്മരിക്കുക എന്നത് അള്ളാഹു ആദ്യം പറഞ്ഞു എന്ന്. അതിലൊരു ഹിക്മത്ത് അതാണ്. ആദ്യം ഇതുണ്ടോ മനസ്സമാധാനമൊക്കെ താനെ വരും. നമുക്ക് എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ സഹിക്കാനുള്ള കരുത്തുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏഴാമത്തേത് അള്ളാഹു നിശ്ചയിക്കുന്നതും മാത്രമാണ് ലോകത്ത് നടക്കുന്നത്. ഒരധികാരി വിചാരിച്ചാലും, ഒരു മിനിസ്റ്റർ വിചാരിച്ചാലോ, ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആര് വിചാരിച്ചാലും അള്ളാഹുവിൻ്റെ ഖളാ മാത്രമേ ഈ ലോകത്ത് നടക്കൂ. അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടോ അത് നടക്കും. അത് നമ്മൾ വിചാരിക്കാത്ത ആളുടെ കൈകളാലായിരിക്കും നടക്കുക. നല്ലതാണെങ്കിൽ അങ്ങനെ, ചീത്തയാണെങ്കിൽ അങ്ങനെ. ഇതൊരു മുഅ്മിനായ മനുഷ്യർ വിശ്വസിച്ചാൽ എന്തിനായി ടെൻഷൻ അടിക്കണത്? പിന്നെ അള്ളാഹുവിൻ്റെ ഖളാ ഉണ്ടോ? ആ ഖളാവിടെ സംഭവിക്കും. ഇനിയിപ്പോൾ ആരാ ജയിക്കുക എന്നൊക്കെ അറിഞ്ഞ അടുത്ത നമ്മുടെ ചർച്ച. നല്ലൊരു റമദാൻ മാസം പകുതി കഴിഞ്ഞാൽ പിന്നെ ചർച്ച അതായി മാറും. അവസാനത്തെ 10 പിന്നെ ആകെ തല്ലായിട്ട് പോകും. ആ തറാവിയും പോയി, ആ നല്ല സമയങ്ങളൊക്കെ നഷ്ടപ്പെടുത്തും. പടച്ചറപ്പ് കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ആവരുത്. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തില്ലേ? വോട്ട് ചെയ്യേണ്ടവരൊക്കെ വോട്ട് ചെയ്തു.
ഇനി ആർക്കാ കിട്ടുക? അത് അള്ളാഹു അന്നേ എഴുതി വെച്ചിട്ടുണ്ട്. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹഫ്. പെൻസ് ഹാവ് ബീൻ ലിഫ്റ്റഡ് ആൻഡ് ദ പേജസ് ഹാവ് ബീൻ ഡ്രൈഡ്. പേജുകളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞു, പേനൊക്കെ ഉയർത്തിക്കഴിഞ്ഞു, അതൊക്കെ രേഖപ്പെട്ടു കഴിഞ്ഞു. ആരാ വരാൻ? അപ്പം അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട, അതതിൻ്റെ വഴിക്ക് പോട്ടെ. ഖദാഉം വ ഖദർ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമുക്ക് ഉമ്മയെ ചികിത്സ കൊടുത്ത് രക്ഷപ്പെടുത്തണമെന്നാണ് ആഗ്രഹം. ഉമ്മ നമ്മുടെ കൂടെ തന്നെ കഴിയണമെന്നാണ് ആഗ്രഹം. എന്തായാലും അള്ളാഹുവിൻ്റെ ഖദാ ഉണ്ടോ? ഉമ്മയെ കൊണ്ടുപോകാനാണെങ്കിൽ ഉമ്മയെ അള്ളാഹു കൊണ്ടുപോകും. എൻ്റെ സുഹൃത്ത് ഇന്നലെ മുനീർ സാഹിബുണ്ട് മാതമംഗലം. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഒരസുഖമില്ല, ഒരു കുഴപ്പമില്ല, വെറുതെ ഉമ്മാക്കൊരു ചെറിയ ക്ഷീണമൊക്കെ തോന്നിയപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്ന് കുറച്ചും കൂടെ നല്ല ഡോക്ടറെ കാണിച്ചേക്കെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി വരെ ഉമ്മയെക്കുറിച്ച് സംസാരിച്ചു. ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ മെസ്സേജ് കാണുന്നത് ഉമ്മ മരിച്ചുപോയി സാറേ, എന്താ ചെയ്യാൻ, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, പ്രതീക്ഷിച്ചു പോയില്ല. അള്ളാഹുവിൻ്റെ ഖദാ അങ്ങനെയാണ്. അള്ളാഹ് തീരുമാനിച്ചു നടന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആയുസ് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് നമ്മളെ പിടിച്ചു വെക്കാൻ പറ്റുമോ? നമ്മുടെ മാതാപിതാക്കളെ, മക്കളെ പിടിച്ചു വെക്കാൻ പറ്റുമോ? ഖദാഉൻ വ ഖദർ, ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. ഇത് നമുക്ക് ചിന്തിക്കാൻ, ഇതൊക്കെ ഈമാൻ കാര്യമാണ്. ഇതുണ്ടായാൽ തന്നെ കുറേ ഡിപ്രഷനും കുറേ അസുഖങ്ങളൊക്കെ ഒഴിവാകും, ഈ ടെൻഷനൊക്കെ ഒഴിവാകും, പ്രത്യേകിച്ച് പ്രവാസികൾ. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. നിങ്ങൾ ഒരിക്കലും പറയല്ലേ ലാ തഖുൽ ലൗ ഫഅൽതു കദാ ലകാന കദാ വകദാ വലാകിൻ ഖുൽ ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ പറയരുത്? ഞാൻ ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ അത് ഇങ്ങനെ ആകുമായിരുന്നില്ല, ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴല്ലേ അങ്ങനെ ആയത്. ഇപ്പോൾ സലാം സ്വിച്ച് കൂടെ പോയപ്പോൾ ആക്സിഡൻ്റായി, എനിക്ക് എയർപോർട്ടിലൂടെ പോയാൽ മതിയായിരുന്നു, അങ്ങനെ പറയരുത്. പോയതൊക്കെ ട്രാഫിക് റൂൾ പാലിച്ചിട്ടാണ് പോയതെങ്കിൽ മാഷാ അല്ലാഹ്. റൂൾ തെറ്റിച്ച് പോയാൽ പിന്നെ നിൻ്റെ കുറ്റമാണ്. നമ്മളൊക്കെ കറക്റ്റ് പോയതാണ്, പക്ഷേ ഒരു ആക്സിഡൻറ്റിലൊക്കെ പെട്ടുപോയി. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. അള്ളാഹു തീരുമാനിച്ചു, ആ തീരുമാനിച്ചത് സംഭവിച്ചു. ഇതാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളും. നമ്മളായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒഴികെ നമുക്ക് അള്ളാഹു ഇറാദത്ത് തന്നിട്ടുണ്ട്. ആ ഇറാദത്തനുസരിച്ച് ഉദ്ദേശത്തോടെ നമ്മൾ ഇൻറ്റൻഷനലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്ന വിഷയമാണ്. ബാക്കിയൊക്കെ നമ്മളുടെ മേൽ സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത്, നമ്മുടെ നഫ്സിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്. ഖദാഉൻ വ ഖദർ. റിലാക്സ്. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അള്ളാഹുവിൻ്റെ ഖദാ ഇവിടെ നടക്കും. നമുക്ക് തിരുത്താൻ പറ്റുമോ? ഇല്ല. ദുആ കൊണ്ട് അള്ളാഹു തിരുത്തിയേക്കും. ഖദാഉൻ വ ഖദർ. ലാ തൻതളിർ ശുക്റൻ മിൻ അഹദിൻ. റമളാനിലേക്ക് കടക്കാൻ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓരോ മഹല്ലുകളും വാർഡുകളും പഞ്ചായത്തുകളും ജില്ലകളും ഒക്കെ സജീവമാകാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു വലിയ നന്മകൾ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. പക്ഷേ ഒരാളിൽ നിന്നും ഒരു ശുക്ർ പോലും പ്രതീക്ഷിക്കല്ലേ. ഒരാളും നന്ദി കേട്ടോ, അല്ലെങ്കിൽ വലിയ സന്തോഷമായി, ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലായിരുന്നു, നിങ്ങളുടെ ആ കിറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ, അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ കൊടുക്കുക അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി, സഹായിക്കുക അള്ളാഹിൻ്റെ വജ്ഹിന് വേണ്ടി. ഒരാളുടെ ദാരിദ്ര്യം നീക്കാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ സഹായിക്കേണ്ടത്. എണ്ണം തേക്കാനാവരുത്. 100 ആൾക്ക് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ 500 ആൾക്ക് പ്രാവശ്യം കൊടുത്തു, അങ്ങനെയല്ല. അത് 500 ആൾക്ക് കൊടുത്തിട്ട് ഓരോരുത്തർക്ക് 100 രൂപ കൊടുത്തിട്ട് എന്താ കാര്യം? അവർക്ക് എന്തെങ്കിലും അതുകൊണ്ടൊരു ഫലം ഉണ്ടാവുമോ? ഇല്ല. ഒരാളുടെ ഒരു പ്രയാസം നീങ്ങത്തക്ക വിധം, അത് എണ്ണം കുറഞ്ഞാലും സാരമില്ല. 100 ആളെ ഉദ്ദേശിച്ചു, നമുക്കൊരാകെ 20 ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, മതി, അൽഹംദുലില്ലാ. ഒരാളിൽ നിന്നും ഒരു ശുക്റും പ്രതീക്ഷിക്കല്ലേ. ഒരിക്കലും നമ്മൾ ആരിൽ നിന്നും കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ദ്വാരക്കണം കേട്ടോ എന്ന് പറയരുതെന്നാ. കൊടുത്തതിന് മുമ്പോ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും വർത്തമാനം പറയുമ്പോഴൊക്കെ ദ്വാരക്കണം എന്നൊക്കെ പറയാം. പക്ഷേ ആ കൊടുക്കുന്നതിന് പകരങ്ങളൊന്ന് ദ്വാരക്കണം കേട്ടോ എന്ന്, അത് തിരിച്ചൊരു സഹായം ചോദിക്കലാണെന്നാ. അപ്പം പറയണ്ട. ദ്വാരക്കാനൊക്കെ പറയാം, ആ സമയത്ത് ആ സന്ദർഭത്തിനോട് യോജിച്ച് പറയണ്ട. നിങ്ങൾ കൊടുത്തു പോരാ. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ. നമ്മൾ ഈ ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ് കേട്ടോ. ലാ നുരീദു മിൻകും ജസാഅൻ, തിരിച്ച് ഒരു
ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ശേഷമാണ് ഭയങ്കര സന്തോഷം ഉണ്ടായത്. ജീവിതത്തിൽ ഇത്ര റാഹത്തുള്ള കാലഘട്ടം ഉണ്ടായിട്ടില്ല. ജോലിൻ്റെ ടെൻഷൻ അടിച്ച് നടക്കണം, ആ ഒരു ടെൻഷനും ഇല്ലാണ്ട് നടക്കുകയാണ്. അല്ലേ സത്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? അൽഹംദുലില്ലാ. ഞാൻ ജോലി പോയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ മുന്നിലെ തന്നെ കണ്ടിട്ടുള്ളൂ. അള്ളാഹു ഖൈറായ ജോലി അള്ളാഹു നൽകട്ടെ. അതായത് നമ്മളത് എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു പ്രയാസം നമ്മുടെ മുമ്പിൽ വന്നേക്കാം, എപ്പോഴും എന്തു സംഭവിക്കാം. നമ്മൾ പ്രവാസ ലോകത്താണ് പ്രത്യേകിച്ച്. ഇത് ഒരു നൂൽപ്പാലമാണ്, എപ്പോഴും പൊട്ടിയേക്കാം, എപ്പോഴും പൊട്ടിയേക്കാം. അസ്വഉൽ ഫുറൂദ്, സങ്കല്പങ്ങളിൽ ഏറ്റവും വിചിത്രമായത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കണമെന്നാണ്. പത്താമത്തേത്, നമുക്കെന്ത് സംഭവിക്കുന്നുണ്ടോ അത് ഖൈറാണ്. ലഅല്ല ഫീമാ ഹസല ഖൈറൻ ലക്. അല്ലാഹു ഇന്നല്ലാഹ യുഖദ്ദിറു ലിബ്നി ആദമ ഖൈറ. അല്ലാഹു മനുഷ്യന് നിർണയിച്ചു കൊടുക്കുന്നത് ഖൈറാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഖൈറാണ്, നമുക്ക് അല്ലാഹു നിഅമത്ത് തരുന്നതും അത് എടുക്കുന്നതും ഖൈറാണ്. ആ നേരത്തെ അത് ഖൈറായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും തിന്മ സംഭവിച്ചു പോകും. കുല്ലു ഖളാഇൻ ലിൽ മുസ്ലിമി ഖൈറുൻ ലഹ്. മുസ്ലിമായ മനുഷ്യന് നടക്കുന്ന എല്ലാ ഖളാഉം അവന് ഖൈറാണ്. 12, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ കുറിച്ച് ആലോചിക്കുകയും അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും ചെയ്യുക. എപ്പോഴും നിഅമത്തിനെ കുറിച്ച് ആലോചിക്കുക. അൽഹംദുലില്ലാ, അള്ളാഹു എനിക്ക് ഈ നിഅമത്ത് തന്നല്ലോ, ആ റബ്ബിന് ശുക്ർ ചെയ്യുക. 13 നമ്മൾ ആലോചിക്കണം, നമ്മൾ ഓരോരുത്തരെക്കാളും എത്രയോ പ്രതിസന്ധിയിൽ ജീവിക്കുന്ന ആളുകൾ ലോകത്ത് ഒരുപാടുണ്ട്. ഒരുപാട് ആളുകളെക്കാൾ നമ്മൾ മീതയാണ്. നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ മീതയാണ്. എനിക്ക് വീടില്ലല്ലോ, വാടക വീടില്ലേ, വാടക കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ. അപ്പോൾ ഞാൻ പീഡിക തിണ്ണയിലാണല്ലോ ഉറങ്ങണത്, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റണില്ലേ? കൊട്ടാരത്ത് ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യന്മാരുണ്ട്. ഹോസ്പിറ്റലിൽ മൂക്കിലും വായിലും പൈപ്പ് വെച്ച് കിടക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഈ പീഡികത്തിനെ കിടക്കുമ്പോൾ മൂക്കിലുള്ള പൈപ്പ് വെക്കുന്നുണ്ടോ? നീ സുഖമായിട്ട് കിടന്നുറങ്ങല്ലേ, നീ അവനെക്കാളും ഖൈറിലല്ലേ. എങ്ങനെ നോക്കിയാലും ഓരോ മനുഷ്യനും താഴേക്ക് നോക്കാൻ കഴിയും. ഒരുപാട് ആളുകളെക്കാൾ നമ്മൾ ഖൈറിലാണ്. ഇത് നമ്മുടെ ആണുങ്ങളും പെണ്ണുങ്ങളും മനസ്സിലാക്കിയാൽ ഒരുപാട് പരിഭവങ്ങളില്ലാതെയാവും. നമ്മളൊക്കെ ഒരുപാട് നിഅമത്തിലാണ്. ഇത്രയൊക്കെ ദുനിയാവിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്വർഗത്തിലെത്തണം. അല്ലാഹു നമ്മെ എത്തിച്ചു തരട്ടെ. മിൻ സാഅത്തിൻ ഇലാ സാഅത്തിൻ ഫറജുൻ. ഒരു സമയം കഴിഞ്ഞ് മറ്റൊരു സമയത്തേക്ക് എത്തുമ്പോഴേക്ക്, കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പ്രതിസന്ധികൾ തീരും. എന്നും പ്രയാസം ഉണ്ടാവുന്ന ഘട്ടമുണ്ടാവില്ല. അത് മുസ്ലിമീങ്ങൾക്കെന്ന് മാത്രമല്ല, സർവ്വ മനുഷ്യർക്കും അങ്ങനെയാണ്. മിൻ സാഅത്തിൻ ഇലാ സാഅ. കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതൊക്കെ നീങ്ങും. അപ്പോൾ നമ്മൾ വിചാരിക്കും, റബ്ബേ അന്നൊക്കെ എൻ്റെ അവസ്ഥ എനിക്കും പഠിച്ചവനെ അറിയുള്ളൂ, എങ്ങനെയാണ് അതൊക്കെ ഞാൻ കഴിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു എന്നർത്ഥം. കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും. ചിലർക്ക് വരാനിരിക്കുന്നുണ്ടാവും, ചിലത് കഴിഞ്ഞു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ കഴിഞ്ഞതിലും വലുത് വരാനുണ്ടാകും. പക്ഷേ അത് ഒരുപാട് നേരം നിലനിൽക്കില്ല, കഴിഞ്ഞു പോകും. അല്ലേ? സതംളി ഹാദിഹിൽ അയ്യാം. അല്ലേ? ഇവിടുത്തെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഹഫിളഹുല്ലാ, അവർ കൊറോണ സമയത്ത് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളില്ലേ, സതംളി ഹാദിഹിൽ അയ്യാം. ഈ കാലഘട്ടമൊക്കെ, ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും. നിങ്ങളുടെ കുടുംബത്തെ ശ്രദ്ധിക്കണം കേട്ടോ. അതൊരു നല്ല വാക്കാണ്. സതംളി ഹാദിഹിൽ അയ്യാം. പ്രതിസന്ധികൾ എന്നും നിൽക്കൂല, അത് നീങ്ങിപ്പോകും. കഴിഞ്ഞ റമദാൻ പോലെയാണോ ഇപ്രാവശ്യത്തെ നമ്മുടെ റമദാൻ? കുറച്ചൊക്കെ മാറ്റമായില്ലേ? സതംളി ഹാദിഹിൽ അയ്യാം. ഇനിയും അത് നീങ്ങിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. അത് മാത്രമല്ല, ബിൽ ബലാഇ യുസ്തഖ്റജു ദുആ. പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് പ്രാർത്ഥനകൾ പുറത്തു വരുന്നത്. എത്ര വലിയ ശരിയാണത്. പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് പ്രാർത്ഥന പുറത്തു വരുന്നത്. ദുആ പുറത്തു വരണമെങ്കിൽ പരീക്ഷണം വേണം. പരീക്ഷണത്തിന് വിധേയമാകുന്ന ഒരു മനുഷ്യൻ, സ്വന്തം വീട്ടിലാർക്കെങ്കിലും അസുഖം, തനിക്ക് അസുഖം, എന്തെങ്കിലും കടുത്ത പ്രതിസന്ധി വന്നാൽ ആ സമയത്ത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയ്ക്കൊരു കനമുണ്ട്, അതിനൊരു മൂല്യമുണ്ട്, അതിനൊരു തൂക്കമുണ്ട്. അല്ലാത്തതൊക്കെ നമ്മളങ്ങനെ ആമീൻ പറയാം. ഒരു ഹൗലായിട്ട് ഇങ്ങനെ ആമീൻ പറഞ്ഞ എത്ര ആൾക്കാരുണ്ട്? നേരെ നമ്മുടെ ഒരു പ്രശ്നമായിക്കോട്ടെ, നമ്മൾ ശരിക്കും ആമീൻ പറയും. പിന്നെ ഏതൊരാളുടെയും ഒരു ചെറിയ ഒരു വാക്ക് പോലും, ഇപ്പോൾ കൊറോണ പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനോട് ഒരാൾ വെറുതെ സുഖം തന്നെയല്ലേ, എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടോ വിളിച്ച് ചോദിച്ചാൽ ആ മനുഷ്യനെ ജന്മത്തിൽ മറക്കൂല ചിലപ്പോൾ. കാരണം നമ്മൾ ആരും വിളിക്കാതിരിക്കുന്നൊരു സമയത്ത്, പഠിച്ചവനെ ഒരു ബന്ധമില്ലല്ലോ ഈ റൂമിനുള്ളിൽ ക്വാറന്റൈനിൽ കുത്തിരിക്കാനുള്ള പഠിച്ച റബ്ബേ,
ആരെങ്കിലും ഒരാളൊന്ന് വിളിച്ച് സമാധാനിപ്പിച്ചാൽ എന്തൊരു സന്തോഷമായിരിക്കും. അതിന് മുമ്പ് എത്ര ആൾക്കാരെ വിളിക്കുന്നുണ്ട്, അതിൻ്റെ മൂല്യം അറിയുന്നില്ല. നമ്മുടെ ഒരു പ്രതിസന്ധിയിലാണ് നമ്മുടെ ദുആഇൻ്റെ പോലും മൂല്യം അറിയുക. അതുകൊണ്ട് നമ്മുടെ ദുആ പുറത്തു വരാനാണ് ചില പരീക്ഷണങ്ങൾ അല്ലാഹു നൽകുന്നതെന്ന് മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന അൽ മസായിബു മറാഹിമു ലിൽ ബസായിർ. പരീക്ഷണങ്ങൾ നമ്മുടെ ഉൾക്കാഴ്ചകളെ പുറത്തു കൊണ്ടുവരും, മനസ്സിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. ഇപ്പം നമ്മളൊക്കെ ഈ കോവിഡ് വന്നതിന് ശേഷം പല വാട്സപ്പിലും ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വരുന്നത് കണ്ടിട്ടില്ലേ? ഓരോരുത്തർ പറയുന്നത് എഴുതി വിടുന്നതൊക്കെ, അതുകൊണ്ട് ഇന്ന മെച്ചമുണ്ടായി, പണ്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പം ഇങ്ങനെയായി. അത് പരീക്ഷണങ്ങൾ കൊണ്ട് വന്നൊരു മെച്ചമാണ്. നമ്മുടെ ഉൾക്കാഴ്ച, അതുവരെ മനുഷ്യന്മാർ ചിന്തിക്കാത്ത ചില വിചിത്രമായ നല്ല ചിന്തകളൊക്കെ പുറത്തു വരും പരീക്ഷണങ്ങൾ വരുമ്പോൾ, ഇല്ലേ? നമ്മളൊരുപാട് അങ്ങനെ കണ്ടില്ലേ, വായിച്ചില്ലേ, അറിഞ്ഞില്ലേ? എന്തൊക്കെ നന്മകൾ ഇതിൻ്റെ പിന്നിലൂടെ വന്നു. ആ നന്മകൾ അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. എപ്പോഴും അറിയണം, ഒരു പ്രയാസത്തിന് ശേഷം അല്ലാഹു ഒരു ആശ്വാസം തരുക തന്നെ ചെയ്യും. ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. തീർച്ചയായും പരീക്ഷണങ്ങൾക്ക് പിന്നാലെ അല്ലാഹു ആശ്വാസം നൽകുക തന്നെ ചെയ്യും. പരീക്ഷണം നീങ്ങിപ്പോകുന്ന നേരത്തെ പറഞ്ഞത്, നീങ്ങിപ്പോകുന്നു മാത്രമല്ല, അതിനുശേഷം ഒരാശ്വാസം, ഒന്നല്ല രണ്ടെണ്ണം വരുന്നതാണ്. ലാ തഗ്ലിബു ഉസ്റുൻ യുസ്റൈൻ. ഒരു പരീക്ഷണം കഴിഞ്ഞാൽ 2 ആശ്വാസം അല്ലാഹു നൽകുമെന്നാണ്. എണ്ണി നോക്കിയാൽ വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ നമ്മൾ ആർക്കും കഴിയില്ല. ഒരു നിഅമത്തിനെ തിട്ടപ്പെടുത്താൻ കഴിയില്ലല്ലോ, നമ്മൾ മനസ്സിലാക്കിയതാണ്. ലാ തഖ്ലി അലൈക തവാഫിഹ്. 18ാമത്തേത് 30 ഉറങ്ങിപ്പോവോ? ലാ തഖ്ലി അലൈക തവാഫിഹ്. നിസ്സാര വിഷയങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, വെറുതെ ബോധേടാവരുത്, വെറുതെ ടെൻഷൻ അടിക്കുക. എന്തെങ്കിലും ഒരു ചെറിയ ന്യൂസ്, എന്തെങ്കിലും ഒരു ചെറിയ വാർത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും എഴുതി വിടുന്നത്, നിസ്സാര വിഷയങ്ങൾക്ക് എന്തേ ടെൻഷൻ അടിക്കുക. നിസ്സാര വിഷയങ്ങളെ നിങ്ങൾ എൻഗേജ് ചെയ്യരുത്. നിസ്സാരമല്ലാത്ത സാരമായ വിഷയങ്ങളുണ്ടാകും, അത് നിങ്ങൾ ഏറ്റെടുത്തോ. അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം, പഠിക്കണം, അവലോകനം ചെയ്യണം, വിശകലനം ചെയ്യണം. അല്ലാത്ത പലതുണ്ടാവും. ഓരോ മനുഷ്യന്മാർ ഓരോന്ന് വിളിച്ച് പറയുന്ന കാലമാണത്. അപ്പം ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുക. രാത്രി ഉറക്കം തന്നെ വരില്ല, എൻ്റെ മൂപ്പർ അങ്ങനെ പറഞ്ഞത്, കിടന്നുറങ്ങിക്കൂടെ, അങ്ങനെ എത്ര ആൾക്കാരുണ്ട് ഓരോന്ന് വിളിച്ച് പറയണത്. ലാ തഖ്ലി അലൈക തവാഫി. നിസ്സാരമായ നമ്മൾ ചില കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന്. ഈ വാട്സപ്പും നമ്മുടെ യൂട്യൂബ് ആവട്ടെ, സോഷ്യൽ മീഡിയ ആവട്ടെ, ഏത് ചെറുതും വലുതും നമ്മുടെ മുമ്പിലേക്ക് എത്തും. ഫിൽട്ടർ ചെയ്യാൻ പറ്റണം. ഇത് ഉമ്മത്തിന് ഖൈറുള്ള വിഷയമാണ്, അല്ലെങ്കിൽ എനിക്കിതിൽ ഖൈറുണ്ട്, ദുനിയാവുക്കോ ആഖിറത്തുക്കോ ഇല്ലേ, ഖലി വല്ലി. എന്തിനാ വെറുതെ ഓരോ ടെൻഷൻ അടിക്കുന്നു? ദുനിയാവിനെ മുഴുവൻ തലയിലേക്ക് എടുത്തു വെക്കരുതെന്ന്. എല്ലാ ന്യൂസും കേട്ടാൽ മനുഷ്യൻ ഉറങ്ങാൻ കഴിയില്ല ലോകത്ത്. എല്ലാ ന്യൂസും പഠിച്ചോ, ഇതൊക്കെ എങ്ങനെ ഞാൻ പരിഹരിക്കുക, നേരം വെളുക്കും പരിഹരിക്കാൻ തുടങ്ങുമ്പോഴത്തേനും അടുത്ത വിഷയം വേറെ വന്നു, അത്ര തന്നെ 100 വിഷയം. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഭൂമിയെ ലാ തഹ്മിലുൽ ഖുറൽ അർദിയ അലാ റഅസിക് എന്ന് പറയും. ഭൂമി എടുത്ത് തലയിൽ വെക്കാൻ നിൽക്കരുത്. പ്രയോറിറ്റൈസ് ചെയ്യുക. എൻ്റെ ആഖിറത്തിന് വേണ്ട കാര്യം ഞാൻ ചെയ്യണ്ടേ, എൻ്റെ ഖബറിലേക്കുള്ള അമല് ഞാൻ ചെയ്യണ്ടേ. അതാരാ ചെയ്യുക? ഞാനിപ്പോൾ ഈ പത്രം പിടിച്ച് ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് അമല് ചെയ്യണ്ടേ, എനിക്ക് ഖുർആൻ ഓതണ്ടേ, എനിക്ക് ദിക്ർ ചൊല്ലണ്ടേ, എനിക്ക് 2 റക്അത്ത് ദുആ നിസ്കരിക്കണ്ടേ, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണ്ടേ, എനിക്ക് എൻ്റെ ഔറാദുകൾ കൊണ്ടു നടക്കണ്ടേ. അപ്പോൾ നമ്മൾ നിസ്സാര വിഷയങ്ങളെ വെറുതെ നമ്മുടെ മൈൻഡിൽ ഒക്യുപ്പൈ ചെയ്യാൻ അനുവദിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. വാർത്തകളെല്ലാം കൂടെ തലയിലേക്ക് വെക്കരുത്. ആവശ്യമുള്ള എടുക്കുക, അല്ലാത്ത ഒഴിവാക്കി വിടുക. അറിയണം, അറിയേണ്ടത് അറിയണം. നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ. അറിയണം, അല്ലാഹു ഒരുപാട് പുറത്തു തരുന്നവനാണ്, കുറച്ചൊന്നുമല്ല. വാസിഉൽ മഗ്ഫിറ. അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത് വിശാലമാണ്, വിശാലമാണ്. ജോലി ചെയ്യുമ്പോഴേ ഒരു മിസ്റ്റേക്ക് ചെയ്താൽ മാനേജർ ഒരു വെർബൽ വാർണിംഗ് തരും, അല്ലേ? രണ്ടാമത്തെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ റിട്ടേൺ വാർണിംഗ് തരും. മൂന്നാമത്തതും അത്രയൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, ഒരു ഡിസിപ്ലിനറി ഹിയറിംഗ്, HR മാനേജർ വിളിച്ചിട്ടൊരു ഡിസിപ്ലിനറി സിറ്റിംഗ് ഉണ്ടാവും. എന്താ, ഇനി പഴിച്ചാൽ ഔട്ടോ. അതിൻ്റെ ധ്വനി അതായിരിക്കും, പച്ചയിലൊരു പറയില്ല എന്ന് മാത്രം. 4ാമത്തിൽ പിന്നെ ടെർമിനേഷനാണ്. അതൊന്നും ടെമ്പററി ആയിരിക്കും, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിരിക്കും. അള്ളാഹുവിൻ്റെ അടുത്ത് അങ്ങനെയല്ല. 10 പ്രാവശ്യം തന്നു, നീ വാ. 15 പ്രാവശ്യം ചെയ്തു അതേ തെറ്റ്, എന്നെ ഞാൻ സ്വീകരിക്കാം. 100 പ്രാവശ്യം ചെയ്തു, നീ എൻ്റെ അബ്ദല്ലേ, നീ എൻ്റെ അടുത്തേക്കല്ലാതെ എവിടേക്കാണ് നീ പോകാൻ ഉദ്ദേശിക്കുന്നത്, നീ എവിടെയൊക്കെ പോകും, ഞാനല്ലേ നിൻ്റെ റബ്ബ്. വാസിഉൽ മഗ്ഫിറ. പാപങ്ങൾ പുറത്തു തരുന്നതിൽ വിശാലതയുള്ളവനാണ് അല്ലാഹു.
നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ എന്താ പറയാറിയോ, പഠിച്ചവനെ ഞാൻ അങ്ങനെ നന്നായി നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ ജീവിച്ച് വരികയും അവരിടക്കൊരു തെറ്റ് ചെയ്തു പോയി, ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ടുള്ള കാര്യമൊന്നുമില്ല, അന്നൊക്കെ ഒന്നാം സഫിൽ ദിക്റിനൊക്കെ മജ്ലിസിൽ ഒന്നാം സഫിൽ ഇരുന്ന ആളായിരുന്നു ഞാൻ, ഇനിയിപ്പോൾ എനിക്ക് ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടോ, ഇനിയിപ്പോൾ ഞാൻ മജ്ലിസിൽ ഇരിക്കാൻ എന്നെ കൊള്ളുമോ, ഇങ്ങനെയൊക്കെ നമ്മൾ വെറുതെ ചിന്തിച്ച് ടെൻഷൻ അടിക്കും. ആരാ തെറ്റ് ചെയ്യാത്തവർ? അയ്യുർ റിജാലിൽ മുഹദ്ദബു, ആർക്കാണ് തെറ്റുകളില്ലാത്തത്? അള്ളാഹു പുറത്തു തരുന്നവനല്ലേ. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് പശ്ചാത്തപിച്ചുകൂടെ? അള്ളാഹുവിനോട് തൗബ ചെയ്തുകൂടെ? റമളാനെ വന്നിരിക്കുന്നത് റബ്ബിനോട്, അള്ളാഹുവെ നീ എന്നെ ഒന്ന് കഴുകി ശുദ്ധിയാക്കിത്താ റബ്ബേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കണം. റമളാൻ എന്നെ കഴുകി ശുദ്ധിയാക്കിത്താ റബ്ബേ, കഴുകി ശുദ്ധിയാക്കിത്താ റബ്ബേ. അള്ളാഹു നമ്മളൊക്കെ കഴുകി ശുദ്ധിയാക്കി തരട്ടെ. 20-ാമത്തേത് ലാ തഗ്ളബ് ലാ തഗ്ളബ് ലാ തഗ്ളബ്. ഇത് എല്ലാവർക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, എല്ലാവർക്കും വലിയ പ്രയാസമാണ്. ലാ തഗ്ളബ് എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യപ്പെടരുത്, ചൂടാവരുത്. ദേഷ്യമൊക്കെ വരെ ചൂടാവാറില്ലേ? ദേഷ്യപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം, ദേഷ്യപ്പെട്ടിട്ട് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുക, വലിയ ഇറങ്ങിപ്പോക്കിപ്പോൾ അതാണ്, ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുക. അപ്പോൾ ലക്ഷമൊക്കെ അതൊരു ഭയങ്കര സംഭവമല്ലേ, ദേഷ്യപ്പെടുക. ലാ തഗ്ളബ്. ഒരു സ്വഹാബി വന്ന് ചോദിച്ചതാ നബി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ എനിക്കൊരു ഉപദേശം തരൂ നബി, എനിക്കൊന്ന് നന്നാവാൻ പോതിട്ട് നബി, എനിക്ക് എന്തെങ്കിലും പറഞ്ഞു. ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുതോ, നീ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് എനിക്കറിയാം, നീ ദേഷ്യപ്പെടരുത്. ആയിക്കോട്ടെ നബി, അത് ഞാൻ കേട്ടു. ഒന്നും കൂടെ പറഞ്ഞുതരും, വേറെ എന്തെങ്കിലും. ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടാതിരുന്നാൽ മതി. ആയിക്കോട്ടെ നബിയെ, ഞാൻ ദേഷ്യപ്പെടില്ല. എന്നാലും വേറെ എന്തെങ്കിലും. ലാ തഗ്ളബ്, മൂന്നാമത് തന്നെ. പിന്നെ അദ്ദേഹം ചോദിച്ചില്ല. എന്നാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് കൊടുത്തൊരു ഒറ്റമൂലി, അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. സ്വഹാബിമാർ ഓരോരുത്തരും നമ്മളിലെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അതാണ് അതിൻ്റെ അത്ഭുതം. കാരണം അത് തശ്രീഇൻ്റെ കാലഘട്ടമാണ്. സ്വഹാബികളും നബിയും ജീവിക്കുന്ന കാലം ഇസ്ലാം ശരീഅത്ത് നടപ്പാക്കുന്ന കാലമാണ്. അതുകൊണ്ട് ശരീഅത്തിൽ എന്തൊക്കെ വേണോ അതൊക്കെ അറാബികളെ കൊണ്ടെങ്കിലും അള്ളാഹു ചോദിപ്പിക്കും, സ്വഹാബികളെ കൊണ്ട് അള്ളാഹു ചോദിപ്പിക്കും. അത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടാകും. എന്തുകൊണ്ട്? ഇസ്ലാം പൂർണ്ണമാവണം. അപ്പോൾ ദേഷ്യപ്പെടുക, ചൂടാവുക. നമ്മൾ മക്കളോട് ദേഷ്യപ്പെടൂലേ? അല്ലേ? ദേഷ്യപ്പെടൂലേ? ചൂടാവൂലേ? മുഹമ്മദേ ഉപ്പ ചൂടാവാറുണ്ട? ഇല്ല, നല്ല ഉപ്പാനെ കിട്ടിയത്. അപ്പോൾ നമ്മുടെയൊക്കെ വാപ്പന്മാരൊക്കെ നമ്മുടെയൊക്കെ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടുണ്ടാവില്ലേ ചെറുപ്പത്തിൽ? നല്ല അടിയിട്ടിയവരുണ്ടാവില്ലേ? ഉണ്ടാവും. സത്യത്തിൽ മക്കളെ നമുക്ക് ഗുണദോഷിക്കാൻ കഴിയണം, തെറ്റും ശരിയും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. പക്ഷെ നമ്മുടെ മുഖം ഇങ്ങനെ തിന്നാൻ പോകുന്ന പോലെ കണ്ട മനുഷ്യന്മാരുണ്ടാവില്ല, ഇങ്ങനെ ചൂടായിട്ട് മുഖമൊക്കെ ചെമന്നിട്ട് മുമ്പിലുള്ള മനുഷ്യനെ കണ്ട് അകത്താക്കിയ തരക്കേടില്ല എന്നുള്ള കോലത്തിൽ ആക്രോശിച്ച ഒരു സിംഹമൊക്കെ വരുന്ന പോലെ വരും. എന്തിനാ അത്? കുട്ടികൾക്ക് പോലും പുല്ല് വിലയായിരിക്കും അങ്ങനത്തെ വാപ്പാരെ. അധ്യാപകർക്ക് തീരെ പറ്റില്ല പരിപാടി, കുട്ടികൾക്ക് മൈൻഡ് ഉണ്ടാവില്ല. അങ്ങനെയൊന്നും സംഭവമില്ല. നമ്മൾ ഒരിക്കലും വികാര വിക്ഷോഭിതരാവാതെ, നമ്മുടെ മുഖഭാവങ്ങളിൽ ചെറിയ ഗൗരവം വരാം, പക്ഷെ അങ്ങോട്ട് ദേഷ്യം വിട്ട് കണ്ണ് തുടുത്ത് ഒരു മനുഷ്യനെ കടിച്ച് തിന്നാവുന്ന പരുവത്തിലൊക്കെ മുഖമാക്കി അതിനൊന്നും ആവശ്യമില്ല. കാര്യം പറഞ്ഞു കൊടുക്കുക, ഇന്നതാണ് വിഷയം, ഇന്നതാണ് ശരി, ഇന്നത് തെറ്റാണ്, താക്കീത് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ ദേഷ്യഭാവത്തിൻ്റെ ആവശ്യമില്ല. അതൊരു വലിയൊരു ടെക്നിക്കാണ് കേട്ടോ. കുറേ പരീക്ഷിച്ചാലേ ചെയ്യാൻ കഴിയുള്ളേ. അതുപോലെ ഒറ്റക്കൊക്കെ ബാത്റൂമിലൊക്കെ പോയി കണ്ണാടിൻ്റെ മുമ്പ് നിന്ന് നോക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കണം. നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടോ, മുഖത്ത് ദേഷ്യഭാവമില്ലാതെ നമുക്കൊരു കാര്യം പറയാൻ കഴിയുമെന്ന്. നമ്മുടെ കണ്ണിൻ്റെ നോട്ടത്തിൽ നിന്ന് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ മനസ്സ് വായിക്കാൻ കഴിയണമെന്ന്. അവിടെയാണ് നല്ലൊരു ഭർത്താവാകുന്നത്, നല്ലൊരു പിതാവാകുന്നത്, നല്ലൊരു ഗൃഹനാഥനാകുന്നത്. അല്ലാതെ അവിടെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടേക്കാണെങ്കിൽ പോലീസിനെ വിളിക്കുക അയൽവക്കക്കാർ, അല്ലേ? ബഹളം ഉണ്ടാക്കിയാലേ. അതുകൊണ്ട് നമ്മൾ നല്ല കുട്ടികളവിടെ. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 ആഴ്ചയൊക്കെ നല്ല വാപ്പിയാണ്. ആ പുതുക്കണ കഴിഞ്ഞാൽ പിന്നെ ഒച്ചപ്പാടും ബഹളമൊക്കെ തുടങ്ങും. അങ്ങനെയൊന്നും ആവരുത്. ലാ തഗ്ളബ്. കാരണം ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മളിൽ നിന്ന് വരുന്ന വാക്കോ പ്രവൃത്തിയോ അതിനെ സംബന്ധിച്ച് ഒരുപാട് കാലം സങ്കടപ്പെടേണ്ടി വരും. നേരെ മറിച്ച് നമ്മൾ ദേഷ്യപ്പെടാതെ കൺട്രോൾ ചെയ്ത ഒരു വിഷയത്തെക്കുറിച്ച് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല, അല്ലേ? എന്തിപ്പോൾ ഞാൻ ആ ദേഷ്യപ്പെട്ട പറഞ്ഞത്, ആ നേരത്താണെങ്കിൽ എനിക്ക് ഇന്നെ തന്നെ കൺട്രോൾ കിട്ടിയില്ലല്ലോ റബ്ബേ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ? നമ്മൾ പൊട്ടിത്തെറിച്ചു പോയി, വേണ്ടില്ലായിരുന്നു. നേരെ മറിച്ച് നമ്മൾ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ആ വിഷയം ഡീൽ ചെയ്തിട്ടുണ്ട്, ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല.
അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അൽ ഹയാ, ജീവിതമെന്ന് പറയുന്നത് ഖുബ്സുൻ വമാഉൻ വദില്ലുൻ, ഭക്ഷണമാണ്, വെള്ളമാണ്, തണലാണ്. ഇതാണ് ജീവിതം. ഇത്രയേ ദുനിയാവിൽ മനുഷ്യന് ആവശ്യമുള്ളൂ. തണൽ വേണം, വീട്, ഭവനം, വെള്ളവും ഖുബ്സും വേണം, നമ്മുടെ അന്നവും നമ്മുടെ പാനീയവും. ഇത്രയേ ദുനിയാവുള്ളൂ. മനുഷ്യന് എത്ര സമ്പാദിച്ചാൽ ഇതിനപ്പുറത്തേക്ക് സമ്പാദിക്കാനില്ല. ഇത്രയേ മനുഷ്യൻ അനുഭവിക്കാനുള്ളൂ. അല്ല മുതലാളിയാൻ 2 കട്ടിലും ഉറങ്ങാൻ പറ്റുമോ? ഒരു കട്ടിലുമല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. എൻ്റെ പേര് 4 റൂമുണ്ടല്ലോ, ഞാൻ 4 റൂമിലും കൂടി എന്ന് ഉറങ്ങണത് നടക്കും. ഒരു റൂമിലല്ലേ കിടക്കാൻ പറ്റുള്ളൂ. എനിക്ക് കുറേ പൈസ ഉണ്ടല്ലോ, ഞാൻ നല്ല 1 ഗുളി 4 ഗുളി കുളിച്ചോളാം തന്നെ പറ്റുമോ? പറ്റില്ലല്ലോ. എല്ലാം ഒരു പരിധിയുണ്ടല്ലോ. നമ്മുടെ വയറിന് പരിധിയുണ്ട്. എല്ലാം ദുനിയാവ് ഇത്രയേ ഉള്ളൂ. അത് ദുനിയാവിന് കൊടുക്കേണ്ട വിലയാണ്. ആ വില കഴിച്ച് ബാക്കി ആഖിറത്തിന് വേണ്ടി കൊടുക്കേണ്ടതാണ് നമ്മുടെ ടെൻഷനും ചിന്തയും ഒക്കെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 22 വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, മണ്ണിനുള്ളിൽ കിടക്കുന്ന പുഴുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവനാണ് അള്ളാഹു. മണ്ണിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജീവികൾ നമ്മൾ പോലും കാണുന്നില്ലെന്നാണ്. പക്ഷികളും ജീവജാലങ്ങളൊക്കെ പാറി നടക്കുന്നു, നമ്മുടെ മുമ്പിലൂടെ ഓടുന്നു. നമ്മൾ പോലും കാണാത്ത കോടിക്കണക്കിന് ജീവജാലങ്ങൾ മണ്ണിൻ്റെ ഉള്ളിലുണ്ട്. ഇതിനൊക്കെ അള്ളാഹു ഭക്ഷണം കൊടുക്കുക. ഒരൊറ്റൊന്നും പട്ടിണി സമരം ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവർക്കും അള്ളാഹു ഭക്ഷണം കൊടുക്കുക. എല്ലാവരും സുഖമായിട്ട് ജീവിക്കുകയാണ്. വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത് എന്ന് അള്ളാഹു ആകാശലോകങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിലാർക്കും കുറക്കാനും കഴിയില്ല, കൂട്ടാനും കഴിയില്ല. അപ്പം നമ്മൾ ആരോടും അസൂയപ്പെടേണ്ടി വരില്ല. നമ്മൾ ആരോടും പരിഭവിക്കേണ്ട. എൻ്റെ പോലെ അങ്ങനെ അവനിങ്ങനെ. ഈ ബാച്ചലർ റൂമിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ആൾക്കാർ എനിക്ക് എത്ര ശമ്പളം, മറ്റേ പറയും എനിക്ക് ഇന്നലെ 200 രൂപ കൂട്ടി തന്നിട്ടാ. അപ്പോൾ ഇവന് ശമ്പളം പകുതി കുറച്ചിട്ടേ ഉണ്ടാവുള്ളൂ. എന്തൊരു ടെൻഷനായിരിക്കും. ഓരോരുത്തരുടെയും കണക്ക് നോക്കും, ഓരോരുത്തരുടെയും അവസ്ഥ നോക്കി. റബ്ബേ, എന്താ ഇപ്പം ഞാനിങ്ങനെ എത്ര കാലം ഈ കട്ടിലിൻ്റെ അടി കിടന്നാൽ അവർ പേരുണ്ടാക്കാൻ പറ്റുള്ളൂ? റബ്ബേ, എത്ര കാലം ഞാൻ കഷ്ടപ്പെടേണ്ടി വരും? ഓഫിസമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, നീ അധ്വാനിക്കണില്ലേ? അൽഹംദുലില്ലാ. നിനക്ക് ആരോഗ്യമല്ലേ? അൽഹംദുലില്ലാ. നിൻ്റെ കയ്യിലേക്ക് വരുന്നത് അള്ളാഹു നിനക്ക് കണക്കാക്കിയതാണ്. അതിലേറെ തരാൻ അള്ളാഹുവിനെ കഴിയുള്ളൂ, അതിൽ കുറക്കാനും അള്ളാഹുവിനെ കഴിയൂ. ആ തീരുമാനിച്ചതിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് വേറുള്ളതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ചോദിക്കേണ്ട ആവശ്യമില്ല. ഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ. ഞാൻ പിന്നെ വലുതാ എൻ്റെ കുട്ടി എന്താവും? പ്രസവിക്കുമ്പോഴേ പെൺകുട്ടികൾക്ക് വേണ്ടി എന്തോ ഫണ്ടൊക്കെ ഉണ്ടല്ലോ ജ്വല്ലറികളിലൊക്കെ. ആ കുട്ടീനെ കെട്ടിക്കാനാവുമ്പോൾ നമ്മളുണ്ടാവോ, ആ കുട്ടി ഉണ്ടാവോ കല്യാണത്തിനാവുമ്പോൾ? അതൊക്കെ ആരറിഞ്ഞു? പ്ലാൻ ചെയ്യാൻ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു കുട്ടീനെങ്ങനെ നോക്കിയിട്ട് പാവല്ലേ അത്. ഈ കുട്ടി എനിക്ക് ഭാരമുണ്ടാക്കിയവളാണ്, അല്ലെങ്കിൽ ഇവളെ കൊണ്ടാണ് എൻ്റെ വലിയൊരു സേവിങ് ആ വഴിക്ക് പോയത്. എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കണം? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സേവിങ് അല്ലേ നല്ലതല്ല, ഒക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ അതിലൊരു ഭാരം നമ്മൾ ഫീൽ ചെയ്യുന്നില്ലേ? നമ്മളൊമ്മാരും വാപ്പാരൊക്കെ നമ്മുടെ പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചു വിട്ടത് അങ്ങനെ ഒരു കൂട്ടിയിട്ട് ആ സമയമാകുമ്പോൾ എന്തൊക്കെയോ വഴികളിലൂടെ അള്ളാഹുടെ ശരി റാഹത്താക്കി കൊടുക്കണില്ലേ? എന്തിനാ ഈ കാലം മുഴുവൻ ടെൻഷൻ അടിക്കണത്? എന്നിട്ട് അവസാനം കുട്ടി ചാടി പോലെ കാരണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് സുബ്ഹാൻ, അങ്ങനെ സംഭവിക്കുന്നില്ലേ? എല്ലാം ഒരുക്കി വെച്ച് എൻ്റെ മോൾക്ക് 100 പവൻ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു വാപ്പ സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 100 പവൻ ഞാൻ അവൾക്ക് കൊടുക്കാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പച്ചക്കറി ഷോപ്പിൽ ജോലി ചെയ്ത ചെക്കൻ്റെ കൂടെ അവൾ പോകാൻ തീരുമാനിച്ചു. അവൾ പോയി. എന്താ പിന്നെ ചെയ്യാം? വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കുമുള്ള റിസ്ക് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വല്ലാണ്ട് ഓവർ ടെൻഷൻ അടിക്കരുത്. നമ്മളോട് അധ്വാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ടെൻഷൻ അടിക്കരുത്. അധ്വാനിക്കുക. അൽഹംദുലില്ലാ. ആ ഒരു മനസ്സ് കിട്ടി, അതൊരു മുഅ്മിൻ്റെ മനസ്സാണ്. അക്സറു മാ യുഖാഫു ലാ യകൂൻ, പേടിക്കുന്ന പലതും സംഭവിക്കാറില്ല. പേടിക്കുന്ന പലതും സംഭവിക്കാറില്ല. പല വാർത്തകളും കേൾക്കൂല നമ്മൾ. അങ്ങനാവും, ഇങ്ങനാക്കും, അങ്ങോട്ടാക്കും, ഇങ്ങോട്ടാക്കും, ഒന്നും സംഭവിക്കൂല. അക്സറു മാ യുഖാഫ്, പേടിക്കുന്ന പലതും ലാ യകൂൻ, സംഭവിക്കാറില്ല. അതുകൊണ്ട് വെറുതെ എന്ത് ചെയ്യരുത്, അതിനെപ്പറ്റി വെറിയിടാവരുത്. ലകഫിൽ മുസാബീന ഉസ്വ, നമ്മുടെ കൂടെ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകളിൽ നമുക്ക് ഉസ്വത്തുൻ, മാതൃകയുണ്ട്. നമ്മൾ ഒറ്റക്കല്ല ഈ ലോകത്ത്, നമ്മൾ ഒറ്റക്കല്ല. ഒരു ഡയബറ്റിക്കാണ്, ഷുഗറുണ്ട്, അല്ലാത്തൊരു പാര എത്ര ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു
പ്രഷറുണ്ട്. അപ്പോൾ ആലോചിക്കുക, പഠിച്ചവരെ പ്രഷറിൽ എത്ര ആൾക്കാർ എൻ്റെ ഒപ്പമുണ്ട്. അത് ആലോചിക്കുമ്പോൾ ഒരു സമാധാനമല്ലേ. എന്നിട്ട് ദുന്യാവിൽ നമുക്ക് മാത്രമേ പ്രഷറും ഷുഗറും ഉള്ളെങ്കിൽ എന്തൊരു ടെൻഷനായിരിക്കില്ലേ. എല്ലാവരും കൂളായി നടക്കുകയാണ്. ആ പഞ്ചായത്തിൽ തന്നെ ഒരാൾക്കും വേറെ ഒന്നുമില്ല, ഈ ഒരാൾക്ക് മാത്രമാണ് ഷുഗർ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്തൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ. നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ വേറെയുണ്ട്, ദേ ഷെയർ ദ സെയിം തിങ്. പിന്നെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? അതൊരു സമാധാനത്തിന് അള്ളാഹു നൽകുന്നതാണെന്നാണ്. ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും നമ്മൾ അനുഭവിക്കുന്ന കഷ്ടത പോലെ ഒരുപാട് ആളുകൾ കഷ്ടത അനുഭവിക്കുന്നുണ്ട്, നമ്മളെക്കാളേറെ. അതിൽ നമുക്ക് മാതൃകയുണ്ട്. അതുകൊണ്ടാണ് ഉന്നുറു ഇലാമൻ അസ്ഫല മിൻകും വലാ തന്നുറു ഇലാമൻ ഫൗഖക്കും. താഴേക്ക് നോക്കിക്കോളും, മേലേക്ക് നോക്കരുത് കേട്ടോ. ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. അല്ലാഹു ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇബ്തലാഹും, അവരെ അല്ലാഹു പരീക്ഷിക്കും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പരീക്ഷിക്കും. എങ്ങനെയെന്നറിയോ? നമ്മൾ സ്നേഹമുള്ളവരെ ചിലപ്പോൾ പിടിച്ച് അണച്ചുകൂട്ടി പിടിക്കൂല, ചെറിയ വേദനയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് കുട്ടികളെ നുള്ളാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലേ. ചില കുട്ടികളൊക്കെ വളരെ ക്യൂട്ടായ മക്കളൊക്കെ ആകുമ്പോൾ കുട്ടീനെ വെറുതെ നുള്ളു, ആ കുട്ടി കരയും ചെയ്യും, ഇയാൾ ചിരിക്കുകയും ചെയ്യും അല്ലേ. അതൊരു ഹബ്ബാണ്. ആ വേദനിപ്പിക്കൽ അതൊരു സ്നേഹത്തിൻ്റേതാണ്. ലഖത്തത്തുൽ ഖബർ ഉണ്ടെന്നാണ്. ഖബർ അങ്ങനെ ഒന്ന് അണച്ചുകൂട്ടി പിടിക്കുമെന്നാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനൊക്കെ സംഭവിച്ച പോലെ ലഖത്തത്തുൽ ഖബർ, ഖബർ നിങ്ങളുടെ വരി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുമെന്നാണ്. ഞാൻ ബർദുബയിലുണ്ടായിരുന്നു കേട്ടോ, വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ. അപ്പോൾ ഒരാളൊരു മാഹിറുള്ള നമ്മുടെ സുഹൃത്ത്, അദ്ദേഹം ഒരു പ്രായമുള്ള ആളാണ്, പാവം. ആൾ വന്നിട്ട് ആൾ കുറേ കാലമായപ്പോൾ കാണാൻ ആഗ്രഹിക്കുകയായിരിക്കും. വന്നിട്ട് കെട്ടിപ്പിടിച്ച് 2 തോളിലും കെട്ടിപ്പിടിച്ച്. അപ്പോൾ എൻ്റെ കൂടെ ഉസ്താദ് ഇതിനൊന്നും സംഭവിക്കരുത് കേട്ടോ, ഈ കൊറോണ കാലത്ത് ഇമ്മാര് കെട്ടിപ്പിടുത്തൊക്കെ ചെയ്താൽ എന്തായി പോകും, പേടിയാവുന്നു എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് പറയാൻ പറ്റുമോ? ഒരാൾക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടം കൊണ്ട് അയാൾ ആദ്യമായിട്ട് കാണുമായിരിക്കും ചിലപ്പോൾ. പാവ മനുഷ്യൻ ഫോട്ടോ ഒക്കെ എടുത്ത്, ഫോട്ടോ ഇപ്പോൾ ക്യാമറനെ ഓണാക്കാൻ അറിയില്ല, അത്ര പാവ മനുഷ്യൻ. ആ ക്യാമറയൊക്കെ ഓണാക്കി ഫോട്ടോ ഒക്കെ എടുത്ത്. പക്ഷെ അദ്ദേഹം ആകെ കെട്ടിപ്പിടിച്ചു, തോളിലൊക്കെ കടന്നിട്ട് വിടുന്നില്ല. അപ്പോൾ അതൊരു ഹുബ്ബാണ്. ആ മനുഷ്യൻ അറിയുന്നില്ല തൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആളുടെ മനസ്സെന്താണ്, അല്ലെങ്കിൽ അവർക്ക് പ്രയാസം ഉണ്ടാവോ, അവർ ചിന്തിക്കൂല. ഹുബ്ബിന് അങ്ങനെ പ്രശ്നമുണ്ട്. സ്നേഹിക്കുമ്പോൾ നമ്മൾ പലതും ഒരു 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 ഫ്രീഡം കാണിക്കും അവിടെ അല്ലേ, നുള്ളി വേദനിപ്പിക്കുന്ന പോലെ. അള്ളാഹുവിൻ്റെ ഹുബ്ബിൻ്റെ അടയാളമാണെന്നാണ്. ഇദാ ഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തലാഹും, അവർക്ക് ചെറിയ പരീക്ഷണങ്ങൾ അള്ളാഹു തആല കൊടുക്കും. അത് അള്ളാഹിൻ്റെ ഹുബ്ബിൻ്റെ അടയാളമാണെന്നാണ് മുഅ്മിനീങ്ങൾക്ക്. അതുകൊണ്ടാണ് ഒരു അസുഖം വരാതിരുന്ന ചില ആളുകളൊക്കെ അള്ളാഹുവിനോട് ഇഷ്ടമല്ലേ. അസുഖങ്ങൾ തീരല്ലാത്ത ആൾക്കാർ, എനിക്കിതുവരെ ഒരു ജലദോഷം പോലും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ കേട്ടിട്ടില്ല നിങ്ങൾ? അത് വലിയ സംഭവമൊന്നുമല്ല. ചെറിയ പരീക്ഷണങ്ങളൊക്കെ വേണമെന്നാണ്. അള്ളാഹുവിൻ്റെ ഹുബ്ബ് അള്ളാഹു എടുത്തു കളഞ്ഞോ, അതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കണമെന്നാണ്. ഇദാ ഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അങ്ങനെ മനസ്സിലാക്കിയാൽ ഈ ലോകത്ത് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഇന്നല്ലാഹ ഇദാ ഹബ്ബ ഖൗമൻ ഇബ്തലാഹും. കർരിർ അദ്ഇയത്തൽ കർബ്, പരീക്ഷണങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമുണ്ട്. ആ പരീക്ഷണങ്ങൾ നീങ്ങിപ്പോകാൻ അള്ളാഹു തആല പഠിപ്പിച്ച, നബിതങ്ങൾ പഠിപ്പിച്ച ദുആകളുണ്ട്. അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം എപ്പോഴും. ഇനി പരീക്ഷണങ്ങൾ വരാൻ കാത്തിരിക്കരുത്. അല്ലാഹ് 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 അല്ലാഹു റബ്ബി ലാ ഇലാഹ ഇല്ലാഹു. ഒന്ന്, അല്ലാഹ് അല്ലാഹു റബ്ബി ലാ ശരീക ലഹ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ കർബ് നീങ്ങാൻ, പരീക്ഷണങ്ങൾ നീങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളിൽപ്പെട്ടതാണ്. വളരെ എളുപ്പമാണ്. അല്ലാഹ് അല്ലാഹു റബ്ബി ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹ് ലാ ശരീക ലഹ്. അല്ലാഹു റബ്ബി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടച്ചവനെ, നീ എൻ്റെ റബ്ബാണ് അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല റബ്ബേ, നിനക്ക് ശരീക്കുകാരില്ല റബ്ബേ. ഒരു രോഗിക്ക് ഏറ്റവും പറയാൻ എളുപ്പമുള്ള ദിക്ർ അല്ലാഹ് എന്ന ദിക്റായിരിക്കും. അല്ലാഹ്. ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ ഹാ വരില്ല തൊണ്ടേന്ന്, ബുദ്ധിമുട്ടായിരിക്കും. കൊറോണ ഒക്കെ പിടിച്ച് ചുമയൊക്കെ വന്ന ആളുകൾക്ക് എന്തൊരു പ്രയാസമായിരിക്കും. അൽഹംദുലില്ലാഹ് പറയാൻ കഴിയില്ല, അപ്പോഴെങ്കിലും ചുമക്കും. അല്ലാഹ്. ഏത് സക്രാത്തിലും മനുഷ്യന് പറയാൻ കഴിയുന്നൊരു ദിക്റാണിത്. അല്ലാഹു റബ്ബി. അത് ദുആഉൽ കർബാണ്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയ്യുൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയ്യുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ദുആഉൽ കർബ്, പരീക്ഷണങ്ങൾ നീങ്ങിപ്പോകാനുള്ള ദുആകൾ, അത് നമ്മൾ നിത്യവും പതിവാക്കുക, അത് കൊണ്ട് നടക്കുക.
ഇല്ലെങ്കിൽ മുമ്മഞ്ഞിൻ്റെ അടുത്ത് എൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. മുമ്മഞ്ഞ് ദുആകളുടെ ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പതിവാക്കുക. ഒരു പ്രശ്നം വരാൻ കാത്തിരിക്കരുത്. നമ്മൾ സാധാരണ അങ്ങനെയാണ് ചെയ്യുക. ഇനി എന്തപ്പോൾ ചെയ്യുക, ഇനി വല്ലതും ചൊല്ലാണ്ടോ എന്ന് ചോദിക്കും. അതേ ചൊല്ലിയാൽ മതി. അദ്ഇയത്തുൽ കർബ്, പരീക്ഷണങ്ങൾ നീങ്ങാനുള്ള ദുആ എപ്പോഴും ചൊല്ലണം എന്നാണ്. അലൈക ബിൽ അമലിൽ ജാദിൽ മുസ്മിർ, കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പരിശ്രമിക്കണം. നമ്മൾ വെറുതെ ഇരിക്കരുത്, പരിശ്രമിച്ചു കൊണ്ടിരിക്കണം, അധ്വാനിച്ചു കൊണ്ടിരിക്കണം. പ്രായമുള്ള ആളുകൾ കണ്ടിട്ടില്ലേ, റിട്ടയർമെൻറ്റ് കാലത്തും കഠിനാധ്വാനം ചെയ്യുന്നത്. വെറുതെ സെക്യൂരിറ്റിൻ്റെ ജോലിയെങ്കിലും ചെയ്യും. വെറുതെ വീട്ടിലിരിക്കേണ്ട, അധ്വാനിച്ചു കൊണ്ടിരിക്കുക. അത് നമ്മൾ ആഖിറത്തിൻ്റെ അമല് കൂടെയാണെങ്കിൽ എത്ര ഭാഗ്യമാണ്. ഉത്റുക്കിൽ അറാജീഫ്, കള്ളക്കഥകളാലും വിശ്വസിക്കരുത്. റൂമറുകൾ, അടിസ്ഥാനമില്ലാത്തത്, തലയും വാലും ഇല്ലാത്തത്, ആരെങ്കിലും ചോർത്തിയ ഫോൺ കോളുകൾ, അതൊന്നും നോക്കാൻ നിൽക്കരുത്. ഉത്റുക്കിൽ അറാജീഫ്, അത് ഒഴിവാക്കൽ മുഅ്മിനിൻ്റെ ഈമാനിൻ്റെ അടയാളമാണത്. ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക, ഖീല വഖാൽ, അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ, ഒരു തമ്പും വാലുമില്ല എന്നൊക്കെ പറയില്ലേ. ആര് പറഞ്ഞു, എവിടെന്ന്, ആർക്ക് എവിടെന്ന് കിട്ടി, ഒന്നും അറിയില്ല, അങ്ങനെ പറയാ. അങ്ങനെ ആണോലോ, അങ്ങനെ ഉണ്ടോലോ, ഇവിടെ ഉണ്ടോലോ, വാട്സപ്പിലുണ്ടോലോ, വലിയ കിതാബല്ലേ ഇപ്പോൾ വാട്സപ്പിലുണ്ടോലോ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലുണ്ടോലോ. ആർക്കും എന്തും എഴുതി വിടാൻ പറ്റുന്ന ഒരു സ്ഥലത്തെ നമ്മൾ അങ്ങനെ ഒരു റെഫറൻസ് ആക്കി വെക്കാൻ പാടുണ്ടോ? ഉത്റുക്കുൽ അറാജീഫ്. പിന്നെ അവസാനത്തെ രണ്ടെണ്ണം കൂടെ, ഒരിക്കലും ആരോടും പ്രതികാരം ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഞാൻ പറയുന്നത് എന്താ അറിയോ, റമദാനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഏറ്റവും വലിയ അമൽ ഖൽബ് ശുദ്ധിയാക്കലാണ്. നമ്മുടെ ഖൽബ് ശുദ്ധിയാവാതെ എത്ര നമ്മൾ അമൽ ചെയ്താലും അള്ളാഹുവിന് ഖബൂലിയത്ത് തരൂല അള്ളാഹു തആല. ഖൽബ് ശുദ്ധിയാക്കലാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒരു വശത്തല്ലെങ്കിൽ മറ്റൊരു വശത്തുകൂടെ നമ്മുടെ ഖൽബിനെ ആശ്വസിപ്പിക്കലും ഹൃദയത്തെ ശുദ്ധിയാക്കലുമുണ്ട്. അങ്ങനെ നമ്മൾ തെളിമയോടുകൂടെ അങ്ങ് റമദാനിലേക്കാണ് കയറാൻ. അങ്ങനെ നമുക്ക് റമദാൻ മുഴുവൻ ആസ്വദിക്കാൻ കഴിയും. അതുകൊണ്ട് ആരോടും ഒരു റിവെഞ്ച് വേണ്ട. ഉത്റുക്കിൽ ഹഖദക വഹിർസക അലൽ ഇന്തിഖാം യദുറു ബിസിഹതിക്. നമ്മൾ ആരെയെങ്കിലും പ്രതികാരമെടുക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തെയാണ് ബാധിക്കുന്നത്. ഒരു ചാൻസ് കിട്ടട്ടെ, മരിക്കോളം ആ ചാൻസ് കിട്ടിയില്ല എന്ന് വരും. എത്രയും കാലം കാത്തിക്കണ്ടേ? നമ്മളെ പണി കളഞ്ഞ ആളാണ്, ഓൻ്റെ പണി എനിക്കൊന്ന് കളയണമെന്നുണ്ടോ, കുറേ നടക്കുന്നല്ലാതെ ഓൻ്റെ പണി പിന്നെയും പോലെ ആയിരിക്കും ഉണ്ടാവുക. എന്തിനാ അതിൻ്റെ ആവശ്യം? ഉത്റുക്കിൽ ഇന്തിഖാം, പ്രതികാരമെടുക്കണ്ട. നമ്മെ ഇങ്ങോട്ട് പറ്റിച്ച ആൾക്കാരുണ്ടാവും, നമ്മളങ്ങോട്ട് പറ്റിക്കാൻ നിൽക്കണ്ട. ഉത്റുക്കിൽ ഇന്തിഖാം, ഈ പ്രതികാര ബുദ്ധി ഉണ്ടല്ലോ, അല്ലാഹുവേ ഭയങ്കര പ്രശ്നമാണ് മുഅ്മിനീങ്ങളെ, വലിയ വിഷയമാണ്. എല്ലായിടത്തും ഉണ്ട്. മുതഅല്ലിമീങ്ങൾ മുതൽ ആലിമീങ്ങൾ മുതൽ സംഘടനാ പ്രവർത്തകന്മാർ മുതൽ എല്ലാവർക്കും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും കണ്ണുകടി എന്ന് പറയില്ലേ. നമ്മളാ പച്ചയായ മനുഷ്യന്മാരായി ജീവിച്ചൂടെ, എന്ത് റാഹത്തായിരിക്കും. ആരോടൊരു പ്രതികാരം, എന്നെ ഒഴിവാക്കിയാലും സന്തോഷം, എന്നെ എടുത്താലും കുഴപ്പമില്ല. എന്തിനങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടത്? ഉത്റുക്കിൽ ഇന്തിഖാം, ആരും ആരോടും പ്രതികാരം ചോദിക്കേണ്ട. അങ്ങനത്തെ നല്ല മനുഷ്യന്മാർ മരിച്ചാൽ ആരും പറയാതെ ഒരുപാട് ആളുകൾ ആ ജനാസക്ക് ഓടിക്കൂടുന്നത് കാണാൻ കഴിയും. ഈ മനുഷ്യനെ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ, എവിടുന്നാണ് ഈ മനുഷ്യന്മാരൊക്കെ ഓടി വന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. എന്താണെന്നറിയോ, ആ മനുഷ്യൻ്റെ ഖൽബ് ശുദ്ധിയായപ്പോൾ മുഅ്മിനീങ്ങളുടെ ഖൽബിലേക്ക് അത് ഇട്ട് കൊടുത്തതാ. അയാൾക്ക് പോയിട്ട് ഇത് ഇസ്തിഗ്ഫാർ ചെയ്യ്, നിസ്കരിക്കുക. നമ്മളാരോടും പ്രതികാരം ചെയ്യാതിരിക്കുക. കുടുംബത്തിലുണ്ടാവും സ്വന്തം ജ്യേഷ്ഠ അഞ്ചന്മാരൊക്കെ മഹാഫിത്തന ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടാവും കുടുംബത്തിൽ. എന്നാൽ നല്ല സ്നേഹത്തിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ടാവും. ആരോടും പ്രതികാരം ചെയ്യേണ്ട, വിട്ടുകൊടുത്തു. അലല്ലാ, ഞാനത് അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് വിട്ടു. എനിക്ക് ആരോടും ഒരു വെറുപ്പുമില്ല, ആരോടും ഒരു പ്രതികാരവുമില്ല. അവസാനത്തേത് കുല്ലു മാ യുസീബുക ഫഹുവ കഫാറത്തുൽ ലിദുനൂബിക്. നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അത് നമ്മുടെ തെറ്റുകളുടെ പ്രായശ്ചിത്തമാണ്. എന്ത് സംഭവിച്ചാലും തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമാണ്. കൊറോണ വന്നാൽ മിനിമം പനി വരൂലേ, ടെമ്പറേച്ചർ, ചിലർക്ക് പനി വരും, ചിലർക്ക് പനി വരില്ല എന്ന് പറഞ്ഞു അല്ലേ. ചിലർക്ക് ചുമ ഉണ്ടാവും, ചിലർക്ക് മണം ഇതൊക്കെ ചൂരൊക്കെ പോവും അല്ലേ. 2 ദിവസം ഞാനും അറിഞ്ഞില്ല കേട്ടാ, മണമല്ല രുചിയില്ല. ടൈഗർ ബാമൊക്കെ വാരി പൊത്തിയിട്ട് കണ്ണിൽ കൈയായിട്ട് അറിഞ്ഞിട്ടില്ല, കണ്ണെരിഞ്ഞിട്ട് കണ്ണ് ചമന്നിക്കണേ. അപ്പോൾ 2 ദിവസം പോയതാണ്, കിളി പാറിയെന്ന് പറയില്ലേ. അപ്പോൾ ചെറുതും വലുതുമായ വിഷയങ്ങളുണ്ടാവും. അപ്പോൾ കുല്ലുമാ യുസീബു കഫാറത്തുൽ ലിദുനൂബിക്, നമ്മുടെ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമാണ്. കൊറോണ ഇതുവരെ വരാത്തോലും കൈപോക്കിയാട്ടെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, സാദക്കുമുല്ലാഹു സിഹ്ഹത്തൻ വആഫിയ. അല്ലാഹു ആഫിയത്തും സലാമത്തും തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിൻ്റെ ഒരു ഹിഫ്ളാണ്. വന്ന് വെച്ച് പേടിക്കേണ്ട കാര്യമുണ്ടോ? അതുമില്ല, അൽഹംദുലില്ലാഹ്.
ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്ടോ, അവർക്കൊക്കെ അള്ളാഹു ഷിഫ നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. പ്രായമുള്ള ആളുകൾ നമ്മളാരെങ്കിലും ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. ഇതിലും കൂടുതലാകുമായിരുന്നുവെങ്കിൽ, ഇത് കാരണം എന്തെങ്കിലും ദുർഗന്ധം വരും ശരീരത്തിൽ നിന്ന്, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പണ്ടാരോ പറഞ്ഞില്ലേ, വയറ്റുന്നു പോകുന്ന അസുഖമൊക്കെ പോലെ ആയി വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അള്ളാഹു തആല ഇത്രയല്ലേ ആക്കിയുള്ളൂ. ലക്കൽ ഹംദു യാ റബ്ബ്. അള്ളാഹു നിൻ്റെ ഒരു പരീക്ഷണം അതിൽ ഞങ്ങൾ ആശ്വസിക്കുന്നു റബ്ബേ. അതുകൊണ്ട് ഈ റമദാൻ ഇൻഷാ അള്ളാഹ് ശുദ്ധമായ ഖൽബോടുകൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തണം. നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മളെ പരമാവധി, അത്രയും മനുഷ്യന് പറയാൻ കഴിയൂ, പരമാവധി ഇത്തഖുല്ലാഹ മസ്തതഅതും, തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ചേർത്ത് പറയുകയാണ്. ഒന്ന്, തെറ്റുകൾ സംഭവിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉണ്ടാവുന്നത്? ഇപ്പോൾ ഒരു മുസ്ലിമായി ജീവിച്ചാൽ എന്താണ് അയാൾക്ക് കിട്ടാനുള്ളത്? ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ. അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചു. അപ്പോൾ കള്ളുകൂടി പറ്റൂല, മറ്റു തോന്നിവാസങ്ങൾ എനിക്ക് ചെയ്യാൻ പാടില്ല, വഞ്ചന പാടില്ല, പലിശ പാടില്ല. അള്ളാഹുവേ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്താ എനിക്ക് കിട്ടാനുള്ള, ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുക, അങ്ങനെ മനുഷ്യന്മാർ ചിന്തിക്കാറില്ലേ ചില നേരത്തൊക്കെ? സുബ്ഹാനല്ലാഹ്. പലിശൻ്റെ ഭക്ഷണം, പലിശയുടെ ഒരു സമ്പത്തും എനിക്ക് വേണ്ട എന്ന് മനുഷ്യന്മാർ തീർത്ത് പറയും. ഒരു ലോട്ടറി അടിച്ചോക്കണ്ടേ, അപ്പോഴേ ഈമാൻ അറിയുള്ളൂ. ഭയങ്കര പരീക്ഷണമാണത്. നമ്മൾ വിചാരിക്കും അപ്പോൾ എന്തെല്ലാം മസലുണ്ട്, ആ മൂല്യർ ഹലാല പറഞ്ഞിരിക്കണല്ലോ, മറ്റുള്ള ഫത്വ ഉണ്ടല്ലോ അവിടെ. അതുവരെ അതൊന്നും നോക്കാത്ത മനുഷ്യൻ പിന്നെ അത് ഹലാലാക്കാൻ നോക്കും. എന്തേ? അതൊരു വലിയ ഫിത്നയാണത്. അതൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി തുറന്നോളി. എടുക്കാൻ തന്നെ പാടില്ല ലോട്ടറി, വേറെ വിഷയം. എടുത്ത ഒരാൾ എനിക്ക് വിളിച്ചിരുന്നു അതിൻ്റെ ഇത് മസാല ചോദിച്ചിട്ട്, ആൾ പേരൊന്നും ഞാൻ പറയില്ല. ഇത്രയും കൂടി കൈ കിട്ടിയിട്ട് ഇത് ഒന്നും എടുക്കാൻ പറ്റൂല, പലിശപ്പണം കൊടുക്കണ പോലെ കൊടുത്ത് തീർക്കേണ്ടി വരുന്നു. എന്നാൽ ഞാൻ വിളിക്കട്ടോ എന്ന് വെച്ചതാ, എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. പിന്നെ എന്തായിക്കണേ ഞാൻ ചോദിച്ചിട്ടുമില്ല. കാരണം അത് വലിയ വിഷയമാണ്, അതൊരു വലിയ പരീക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. മുസ്ലിമായ മനുഷ്യന് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ എന്ത് കിട്ടും? ലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, നല്ല സമാധാനമുള്ള ജീവിതം ഞാൻ അവർക്ക് കൊടുക്കും. ഒരാൾ കള്ളുടിക്കാതെയും പെണ്ണുപിടിക്കാതെയും മദ്യപിക്കാതെയും ജീവിച്ചാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ, നല്ല 1-ാം നമ്പർ മനസ്സമാധാനത്തോടുകൂടിയുള്ള ജീവിതം നിനക്ക് ഇവിടെ കിട്ടും. വലനജ്സിയന്നഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, ഏറ്റവും നല്ല പ്രതിഫലം നാളെ പരലോകത്തും കിട്ടും. പോരെ? എന്താ മുസ്ലിമായാൽ കിട്ടുക? സമാധാനമുള്ള ജീവിതം കിട്ടും. അതന്നെ അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചാൽ എന്ത് കിട്ടും? മനസ്സിന് നല്ല റാഹത്തായിരിക്കും. അല്ലേ അലി സാഹിബ്? അങ്ങനെയല്ലേ? മനസ്സിന് റാഹത്തില്ലേ? അൽഹംദുലില്ലാ, നമ്മളുള്ളത് കൊണ്ട് അൽഹംദുലില്ലാ, നീ തന്നതൊരു സമാധാനമാണ് പഠിച്ചോനെ. അൽഹംദുലില്ലാ. ലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ. നമുക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല, അള്ളാഹ് തരികയാണെങ്കിൽ അൽഹംദുലില്ലാ. ഹലാൽ കൊണ്ട് ഐശ്വര്യം തരണേ പഠിച്ചോനെ, നമുക്ക് ദ്വാരക്കാം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യാം. എന്നാൽ എത്രയോ ഹറാമിൻ്റെ അവസരങ്ങളുണ്ട്, നമ്മൾ പോകുന്നില്ല. വേണ്ട, എനിക്ക് വേണ്ട പടച്ചവനെ, അതിലേക്കൊന്ന് എത്തിക്കല്ലേ പടച്ചവനെ. അങ്ങനെ നമ്മൾ ദുആയിരക്കേണ്ടത്. എന്തിനെന്നറിയോ? ഹയാത്തുൻ ത്വയ്യിബ, സന്തോഷമുള്ള ജീവിതം കിട്ടാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തെറ്റ് സംഭവിച്ചു പോയാൽ അതുകൊണ്ട് സംഭവിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം അൽ ഹിജാബ് ബൈനൽ അബ്ദി വ ബൈനല്ലാഹ്, അള്ളാഹുവിൻ്റെയും അവൻ്റെ അടിമകൾക്കുമിടയിൽ ഹിജാബ് വരും. അള്ളാഹുവിൻ്റെ ഒരു മറ വരും. അള്ളാഹു പടച്ച തമ്പുരാനെ പ്രാപിക്കുവാനോ അള്ളാഹുവിനോടൊന്ന് ചോദിക്കുവാനോ മനസ്സറിഞ്ഞ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനോ സാധിക്കാതെ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ്റെയും സ്രഷ്ടാവിൻ്റെയും ഇടയിൽ മറ വീഴുന്നുണ്ട്. ഒന്നാമത്തെ ശിക്ഷ അതാണ്. ഖൽബിന് ഒരു റാഹത്തും ഉണ്ടാവില്ല, നിസ്കരിക്കാൻ തോന്നൂല, തോന്നിയാൽ തന്നെ അതിന് റാഹത്തുണ്ടാവില്ല, ദുആരക്കാൻ തോന്നൂല. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. നാളെ അല്ലാഹുവിൻ്റെ
മുമ്പിലേക്ക് വരാൻ കഴിയാതെ അള്ളാഹുവിൽ നിന്ന് അവർ മറയിലാക്കപ്പെടുന്നവരാണ്. പരലോകത്തും അങ്ങനെയാണ്. 2, യുവഹിഷുൽ മഖ്ലൂഖ മിനൽ ഖാലിഖി, സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് സൃഷ്ടികളായ നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥ വരും. നമ്മുടെ ചിന്തകൾ തിന്മകളായി മാറും. എന്താ കാരണം എന്നറിയോ? ഇദാ സാഅ ഫിഅലുൽ മർഇ സാഅതു ളുലൂനുഹു, നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമായാൽ നമ്മുടെ ചിന്ത മോശമാവുന്നതാണ്. ചില ആൾക്കാർ കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കാണാൻ പറ്റും. മൂപ്പര് ആകെ ചിന്തിക്കണത് തന്നെ ആ വഴിക്കാണ്. മൂപ്പരെ സംബന്ധിച്ചുള്ളത് നല്ല വ്യാഖ്യാനമാണ്. നമ്മൾ പറയും ദുർവ്യാഖ്യാനം ചെയ്തല്ലോ, ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇവരെന്തിനാ മൂപ്പര് ദുർവ്യാഖ്യാനം ചെയ്തത്? നമുക്ക് ദുർവ്യാഖ്യാനമാണ്, പക്ഷെ മൂപ്പർക്ക് അത് നല്ല വ്യാഖ്യാനമാണ്. നമ്മൾ എന്താണോ കാണുന്നത്, നമ്മൾ എന്താണോ വായിക്കുന്നത്, നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയും. വ്യഭിചാരം, അതിൻ്റെ ഫോട്ടോയോ അതിൻ്റെ വീഡിയോ കാണുന്ന ഒരു മനുഷ്യൻ ഏത് പെണ്ണിനെ കണ്ടാലും വ്യഭിചാരമാണ് ഓർമ്മ വരിക. അത് ഉമ്മാനെ കണ്ടാലും പെങ്ങന്മാരെ കണ്ടാലും മുത്തപ്പാൻ്റെ മോളെ കണ്ടാലും ഒക്കെ തോന്നും. എന്തേ? നമ്മുടെ പ്രവൃത്തി മോശമാകുമ്പോൾ ചിന്ത മോശമാകും. ആ സാധുക്കളെ ഇപ്പോൾ ഒന്നും അറിയാതെ ജീവിക്കുന്ന മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്. നമ്മിലാണ് പ്രശ്നം വരിക. തിന്മകൾ കാരണം മനുഷ്യൻ്റെ ചിന്തകൾ മാറിപ്പോകും. റാഹത്തുണ്ടാവില്ല. നിസ്കാരത്തിൽ ഒരു കോൺസെൻട്രേഷനും കിട്ടൂല. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. കആബത്തുൻ ദായിമ, എപ്പോഴും സങ്കടം വരും, എപ്പോഴും ടെൻഷനായിരിക്കും. ലാ യസാലു ബുന്യാനുഹുമുല്ലദീ ബനൗ റീബതൻ ഫീ ഖുലൂബിഹിം, മനസ്സിനുള്ളിൽ എപ്പോഴും ഒരു സംശയം, എപ്പോഴും ഒരു സങ്കടം, എപ്പോഴും എന്തെന്നില്ലാത്ത ദുഃഖഭാരം മനസ്സിലിങ്ങനെ ഘനീഭവിച്ച് കട്ടകെട്ടിക്കിടക്കും. എപ്പോഴേ? നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു നിയമത്തെ മറികടന്നാൽ, തെറ്റ് ചെയ്താൽ ടെൻഷൻ വരും. അത് തൗബ ചെയ്തിട്ട് നീക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാലാമത്തേത് പേടി വരും, ഹൃദയത്തിനുള്ളിൽ ഭയം വരും. സനുൽഖീ ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ ബിമാ അശ്റകൂ ബില്ലാഹ്, തെറ്റ് ചെയ്യുന്ന ആളുകളുടെ, തിന്മയെ സ്വീകരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഞാൻ പേടിയിട്ട് കൊടുക്കും. തെറ്റ് ചെയ്തൊരു മനുഷ്യന് ശരിക്കും അന്ന് ഉറങ്ങാൻ കഴിയില്ല, പേടിച്ചിട്ട് ഉറക്കം വരില്ല. നല്ല ഈമാനുള്ള മനുഷ്യന്മാർക്ക് തൗബ ചെയ്ത് തളർന്നങ്ങ് ഉറങ്ങിപ്പോവുക എന്നല്ലാണ്ട് ഉറങ്ങാൻ ധൈര്യം വരില്ല. സനുൽഖീ ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ, അള്ളാഹു ഒരു പേടിയിട്ട് കൊടുക്കുന്നതാണ്. ഇതൊക്കെ തിന്മയുടെ അനന്തരഫലങ്ങൾ. ഏത് തെറ്റെന്നതിൽ കണക്കില്ല, ഏത് തെറ്റിനും ഇതാണ് അവസ്ഥ. 10 എണ്ണമുണ്ട്. 5-ാമത്തേത് നഖിദും ഫിൽ മഈഷ, ജീവിതം സങ്കുചിതമാകും. എപ്പോഴും ആവശ്യം തീരാതെ. നമ്മൾ പറയില്ല, പഠിച്ചവനെ ഞാനിപ്പോൾ 5 കൊല്ലമായില്ലേ ഇവിടെ, 10 കൊല്ലമായി, 20 കൊല്ലമായി, 25, 35 കൊല്ലമായി, ഇപ്പോഴും എൻ്റെ ഒരു കാര്യം നടന്നിട്ടില്ലല്ലോ എന്നാണ് പറയാം. അങ്ങനെ പറയുന്ന എത്ര ആൾക്കാരുണ്ട്. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണം സംഭവിക്കും നല്ല മനുഷ്യന്മാർക്ക്. തെറ്റ് ചെയ്ത് നടക്കുന്ന ആളുകൾ. നഖിദും ഫിൽ മഈഷ, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകൻ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, ജീവിതം സങ്കുചിതമായി പോകും. അപ്പോൾ ഭാര്യനിട്ട് ഇഷ്ടമല്ല, ഭാര്യയ്ക്ക് ഇങ്ങോട്ടും ഇഷ്ടമുണ്ടാവില്ല, മക്കൾക്ക് വാപ്പാനെ കണ്ടുകൂടാ, വാപ്പാക്ക് അങ്ങോട്ടും കണ്ടുകൂടാ, ഒരു സന്തോഷമല്ല. വീട് പണിയൊക്കെ കഴിഞ്ഞ് കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു റാഹത്തും ആ പെരയിൽ കയറിയില്ല. എന്തേ? ആള് തെറ്റ് ചെയ്യുന്ന ആളാണ്, ആള് തിന്മയിൽ ജീവിക്കുന്ന ആളാണ്. ഹൃദയം കടുത്തു പോകും. വജഅൽനാ ഖുലൂബഹും ഖാസിയ, വജഅൽനാ ഖുലൂബഹും ഖാസിയ, ഖൽബിനുള്ളിൽ ലവലേശം കാരുണ്യമുണ്ടാവില്ല. എത്ര മനുഷ്യർ ചോര ചിന്തി മരിച്ചാലും ഖൽബ് പടയൂല. മൻസൂർ എന്നല്ല ചെറുപ്പക്കാരൻ്റെ പേര്. ചോര ചിന്തി മരിച്ചു ചെറുപ്പക്കാരൻ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ, മർഹമത്ത് ചെയ്യട്ടെ. ഖൽബ് പടക്കൂല ചില ആളുകൾ. അതെന്താ, അതിനെന്താ എന്ന് ചോദിക്കും. കുറ്റവാളികൾക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയുന്ന ക്രിമിനലുകൾക്ക് ഹൃദയം കടുത്തു പോകും. വജഅൽനാ ഖുലൂബഹും ഖാസിയ, 7-ാമത്തേത് അവരുടെ മുഖത്തൊരു കറുപ്പ് നിറം വരുന്നതാണ്. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു തരം കറുപ്പ്, ഒരു തരം മുഖത്തിൻ്റെ നൂറ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന. സുബ്ഹാനല്ലാഹ്. فأما الذين اسودت وجوههم أكفرتم,
മുഖത്തിന് കറുപ്പ് നിറം വരും, മുഖം ഒരു തരം ഇരുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ണാടി നോക്കി എന്താ പഴയ ഗ്ലാമറൊന്നും ഇല്ലല്ലോ, ഇവിടെ തെറ്റ് സംഭവിച്ചു പോയതാണ്. മഹാന്മാരൊക്കെ തെറ്റ് സംഭവിച്ചാൽ കണ്ണാടിൻ്റെ മുമ്പിലേക്ക് ഓടി ചെല്ലുന്നതാണ്. എന്ന് നോക്കാം, പടച്ചവൻ അതിൻ്റെ വല്ല അടയാളവും എൻ്റെ മുഖത്ത് ഇപ്പോൾ പതിഞ്ഞിട്ടുണ്ടാകുമോ ഇല്ലയോ എന്ന് പേടിക്കുന്നതാണ്. ഇസ്വദ്ദത്ത് വുജൂഹുഹും. എട്ടാമത്തേത്, അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഹൃദയത്തിൽ അയാളെക്കുറിച്ച് വെറുപ്പ് വരും. മുഅ്മിനീങ്ങളുടെ ഖൽബിൽ വെറുപ്പ് വരും. മുഅ്മിനീങ്ങൾ, നിഷ്പക്ഷരായ മുഅ്മിനീങ്ങൾ, അങ്ങനെ തന്നെ പറയണം അതിൻ്റെ അർത്ഥം. നിഷ്പക്ഷരായ മുഅ്മിനീങ്ങൾ. ഏതെങ്കിലും സംഘടനയ്ക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കല്ല, ഒരു നിഷ്പക്ഷരാണ്. ഉണ്ടല്ലോ, ഹക്കും ബാത്തിലും കാണാൻ കഴിയണം. അതൊരു വല്ലാത്ത കഴിവാണ്. അതെന്നാർക്കും ഇല്ല, പറഞ്ഞു കൊടുത്താൽ അത് തിരിയില്ല. ഹക്കും ബാത്തിലും കാണാൻ കഴിയണം. നമ്മളാരും മഅസൂമീങ്ങളല്ല. നമ്മളാരും അമ്പിയാക്കന്മാർ മാത്രം മഅസൂമീങ്ങൾ. അമ്പിയാക്കന്മാർ അവരും തെറ്റ് സംഭവിക്കില്ല. നമ്മൾ മനുഷ്യന്മാരല്ലേ, തെറ്റ് സംഭവിക്കും. തെറ്റ് സംഭവിക്കുമ്പോൾ തിരുത്തണം. അപ്പോൾ തെറ്റാന്ന് തന്നെ വിചാരിക്കാതിരുന്നാൽ പിന്നെ എങ്ങനെ തിരുത്തുക? നമ്മൾ തെറ്റ് ചെയ്യൂല, നമ്മൾ ആദ്യം ഉറപ്പിച്ച് വെച്ചത്. നമ്മൾ തെറ്റ് സംഭവിക്കൂലേ? നമ്മൾ ഔലിയാക്കന്മാർക്ക് തെറ്റ് സംഭവിക്കൂലേ? സംഭവിക്കും. ആർക്ക് ഇസ്മത്ത്? അമ്പിയാക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ ഇസ്മത്ത്. ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ പാപസുരക്ഷ. അവരിത് മുഴുവൻ പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയണത്. ഒരാൾ പറഞ്ഞപ്പോൾ സിസർ വലിക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ, മറ്റേ ഇന്നാലിൻ്റെ ഒരു മഹാൻ ചുരുട്ട് വലിക്കുന്ന ആളായിരുന്നല്ലോ, മൂപ്പര് വലിച്ചോട്ടെ, മൂപ്പരും പഠിച്ചവനും തമ്മിൽ. പക്ഷെ അത് ശരിയാത്താണോ? ശരിയാത്ത ആരാ ഇത്തിബാഴ് ചെയ്യേണ്ടത്? അഷ്റഫുൽ ഖൽഖ് തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിങ്ങനെ ഓരോരുത്തർ ഇത്തിബാഴ് ചെയ്താൽ ദീൻ എവിടെ പോകും? പിന്നെ എന്തിനാ ഖുർആനും സുന്നത്തും ഹദീസും ഫിഖ്ഹും മസലക്ക് എന്തിനാ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്തിബാഴ് ചെയ്യേണ്ടത് അള്ളാഹിൻ്റെ റസൂലിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്അലകൾ ആലിമീങ്ങളിൽ നിന്ന് പഠിക്കും വേണം. സാധാരണക്കാർ മസ്അല പറയുകയും ചെയ്യരുത്. ഇത്തിബാഴ് നബിതങ്ങളും സ്വഹാബിമാരും, അവരെ ഇത്തിബാഴ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ വ്യക്തികൾ അത് അവരും പഠിച്ചവനായിക്കോട്ടെ. ഫുഖഹാവ് പറഞ്ഞൊരു വിഷയം, ആലിമീങ്ങൾ ഫത്വ നൽകിയൊരു വിഷയം, അതിനെതിരിൽ ഒരാൾ ചെയ്താൽ ആ ചെയ്തതാണോ ഈ ആലിമിയുടെ ഫത്വയാണോ ശരി? ഏതാ ശരി? ആലിമിയുടെ ഫത്വയാണ്. ഒരു പക്ഷേ ആ ചെയ്യുന്ന മനുഷ്യൻ ഇപ്പോൾ ബോധമല്ലാതെ മജ്ദൂബായ ഔലിയാക്കന്മാരുണ്ട്. അവർക്ക് തന്നെ അറിയില്ല ഓല് എന്താ ചെയ്യണത്. അവരിപ്പോൾ തുണിയൊക്കെ ഇട്ട് ഓടിയിട്ടുണ്ടാവും ചിലപ്പോൾ. അത് ചിലത് സുന്നത്താന്ന് പറയാൻ പറ്റുമോ? ഇല്ല. തെറ്റുകളെ നമ്മൾ അങ്ങനെ ന്യായീകരിക്കും. തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും മനസ്സിലാക്കാനുള്ള ഉൾക്കാഴ്ച മരിക്കണ കാലം വരെ നമുക്ക് വേണമെന്നാണ്. നമ്മുടെ പക്ഷത്ത് ശരിയുണ്ടെങ്കിൽ അത് ശരിയാണ്, അത് നമ്മുടെ പക്ഷേ തെറ്റ് പറ്റിയിട്ടുണ്ടോ അത് തെറ്റാണ്. അത് കാണാനും അറിയാനുമുള്ള ഉൾക്കാഴ്ച നമുക്ക് അപ്പോഴേ ഉമ്മത്ത് നന്നാവുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ കണ്ണുഞ്ഞുമ്പി പോവും. ഈ ഉമ്മത്ത് പരസ്പരം തസ്കീത്ത് ചെയ്യുന്ന ഉമ്മത്താണെന്നാണ്. നമ്മളെന്ത് ചെയ്യും? ഒരാൾ അത് ചെയ്ത് ശരിയായില്ല കേട്ടോ, അസ്തഗ്ഫിറുല്ലാഹ്, പറ്റിപ്പോയി, ഞാനത് ചെയ്യൂല, അതൊരു തിരുത്താണ്. നേരെ മറിച്ച് നമ്മൾ ചെയ്തതൊക്കെ ശരിയാണ് അങ്ങനെ പറയരുത്. അങ്ങനെ പല സംഘടനക്കാരുണ്ട്. അവരെല്ലാത്തിനും തക്ബീർ വിളിക്കും. എന്ത് പറഞ്ഞാൽ അല്ലാഹു അക്ബർ. അത് എന്താണ് പറയണത്, എന്താ വിഷയം, അത് ശരീഅത്തിലുള്ളതാണോ, അത് ശരിയാണോ? അങ്ങനെ ആയിപ്പോവരുത്. അന്ധത ബാധിക്കരുത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. മഹാനായ ഷെയ്ഖ് മുഹ്തസിബുൽ ഔലിയ വൽ ഉലമ, മുഹ്തസിബുൽ ഫുഖഹാ വൽ ഔലിയ, മഹാനായ അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞു പോയ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ച് പറഞ്ഞത്, മുഹ്തസിബുൽ ഫുഖഹാ വൽ ഔലിയ, ഔലിയാക്കന്മാർക്കും ആലിമീങ്ങൾക്കും തിരുത്തി കൊടുക്കാൻ കഴിയുന്ന ആളായിരുന്നു ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ആർക്ക്? ഔലിയാക്കന്മാർക്കും തിരുത്തി കൊടുക്കും, ഫുഖഹാക്കൾക്കും തിരുത്തി കൊടുക്കും. ഹംബലി മദ്ഹബുകാരനായിരുന്നു. അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞു പോയ മുഹ്തസിബുൽ ഔലിയ വൽ ഫുഖഹാ. എന്താണ് അതിൻ്റെ കാഴ്ചപ്പാടെന്താണ്? ഔലിയാക്കന്മാർക്കും തിരുത്തി കൊടുക്കും, ഫുഖഹാക്കൾക്കും തിരുത്തി കൊടുക്കും. അപ്പോൾ എത്രയായിരിക്കും ആ മഹാൻ്റെ പവർ? സുബ്ഹാന ജല്ല ജലാലു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ശരീഅത്തിനെ മാറ്റിവെച്ചുകൊണ്ട് ദീൻ ദുനിയാവിലില്ല. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളുടെ കിതാബിൽ മഹാൻ രേഖപ്പെടുത്തി വെച്ച, എഴുതി ഇന്ന് വായിക്കാൻ പറ്റുന്ന വചനമാണത്. ഏതൊരു ത്വരീഖത്തിൻ്റെ വഴിയും, ഏതൊരു വിലായത്തിൻ്റെ വഴിയും, ഏതൊരു ഔലിയാഇൻ്റെ വഴിയും ശരീഅത്തിൽ കിതാബ് അല്ലാഹി വസുന്നത്ത് റസൂലിഹി, ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നാണ്. അതാരാ എഴുതി വെച്ചത്? മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ദീനെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം.
നമ്മുടെ ഉലമാ എന്താണോ പഠിപ്പിച്ചു തരുന്നത് അതാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഉലമാഇൻ്റെ ജീവിതത്തിൽ തെറ്റുണ്ടാവും, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവർ പറയുന്നത് ഇൽമാണ്, അവർ പഠിപ്പിക്കുന്നത് ഇൽമാണ്, ശരീഅത്താണ്. പക്ഷേ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഒരു പക്ഷേ തെറ്റുണ്ടായിരിക്കാം, അത് നമ്മൾ ഉത്തരവാദികളല്ല, അവരും പടച്ചവനും തമ്മിലായിക്കോട്ടെ. ഇത്തിബാ ആരെയാണ്? അഷ്റഫുൽ ഖൽഖ് തങ്ങളെയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്വഹാബിമാരെയാണ്. അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഖൽബിനുള്ളിൽ തെറ്റ് ചെയ്യുന്ന ആളുകളോട് ദേഷ്യം വരുന്നതാണ്. മുഅ്മിനീങ്ങളായ ആൾ, സത്യത ഞാൻ പറഞ്ഞത്, നിഷ്പക്ഷരായ മുഅ്മിനീങ്ങൾ എന്ന് പറയാൻ കാരണം വെറുതെ അല്ലാഹു അക്ബർ വിളിക്കണവരല്ല. നിഷ്പക്ഷരായ മുഅ്മിനീങ്ങളുടെ ഖൽബിൽ ഒരാളെക്കുറിച്ച് അള്ളാഹു ഇട്ട് കൊടുക്കുന്നൊരു റിള ഉണ്ടാവും. അള്ളാഹുവിന് അവരെ ഇഷ്ടമാണ്, അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഖൽബിലേക്ക് അള്ളാഹു ഇഷ്ടമിട്ട് കൊടുക്കും. അള്ളാഹുവിന് അവരെ വെറുപ്പാണ്, മുഅ്മിനീങ്ങളുടെ ഖൽബിൽ വെറുപ്പിട്ട് കൊടുക്കുക. അവർ ഇപ്പം മുപ്പരെ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല, പക്ഷേ മനസ്സുകൊണ്ട് ഇഷ്ടമല്ല, എനിക്ക് ആളെ ഇഷ്ടമല്ല, എനിക്ക് ആ കാര്യം ഇഷ്ടമല്ല, എനിക്ക് അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലൂടെ 2 ജനാസ കടന്നു പോകുമ്പോൾ, ഒരു ജനാസ കടന്നു പോയപ്പോൾ ആൾക്കാർ എന്ത് പറഞ്ഞു? അസ്നഉ അലൈഹി യാ റസൂലല്ലാഹ്, നബിയെ എന്തു നല്ല മനുഷ്യനായിരുന്നു, നബിയെ നല്ല മനുഷ്യനായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, വളരെ നല്ല ആളായിരുന്നു, ജനങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. വജബത്ത്, നിർബന്ധമാണ്, നിർബന്ധമാണ്. കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ വേറൊരാളുടെ മയ്യത്ത് പോകുന്നു. അവർ പറഞ്ഞു, നബിയെ മഹാ കുഴപ്പക്കാരനായിരുന്നു, ഫിത്ന എന്ന് പറഞ്ഞാൽ തിരുപ്പന്നെയായിരുന്നു നബി ഇയാളുടെ പണി, ഈ മനുഷ്യനെ കൊണ്ട് ഇടങ്ങേറായിട്ടുണ്ട് അവരുടെ അയൽവാസികളും നാട്ടുകാരും, അങ്ങനത്തെ മനുഷ്യനാണ്. വജബത്ത്, 2 മുസ്ലിം ആയിരുന്നു കേട്ടോ. വജബത്ത്, നിർബന്ധമാണ്, നിർബന്ധമാണ്. പുണ്യനബി തങ്ങളോട് സ്വഹാബ് ചെന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരായ നബിയോരെ, എന്താണങ്ങ് വജബത്ത് എന്ന് പറഞ്ഞത്, അതിൻ്റെ ആശയം എന്താണ്? അപ്പോൾ പറഞ്ഞു, ആ മനുഷ്യനെപ്പറ്റി നിങ്ങൾ നന്മ പറഞ്ഞില്ലേ, അയാൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. ഇയാളെപ്പറ്റി നിങ്ങൾ മോശമല്ലേ പറഞ്ഞത്? വജബത്ത് ലഹുന്നാർ, അയാൾക്ക് നരകം നിർബന്ധമായിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അൻതും ശുഹദാഉല്ലാഹി ഫി അർദിഹി, നിങ്ങൾ അള്ളാഹിൻ്റെ സാക്ഷികളാണ് ഈ ഭൂമിയിലെ. മുഅ്മിനീങ്ങൾ അള്ളാഹിൻ്റെ സാക്ഷികളാണ്. സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? ആ കണ്ടതിന് ഞാൻ സാക്ഷിയാണ്, ആ പറയുന്ന അതന്നെയാണ് ഞാനും. അള്ളാഹുവിൻ്റെ അടുത്ത് എന്താണോ തീരുമാനം, ആ തീരുമാനമാണ് മുസ്ലിം ബഹുഭൂരിപക്ഷത്തിൻ്റെ നിഷ്പക്ഷരായ മുഅ്മിനീങ്ങളുടെ ഖൽബിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്നത്. അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്നാണ്, അള്ളാഹിൻ്റെ തീരുമാനമാണത്. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരോടൊരു വെറുപ്പ് അള്ളാഹ് ഇട്ട് കൊടുക്കും. എത്ര മറച്ചു പിടിച്ചിട്ടും കാര്യമില്ല എന്നാണ്. 9 ദീഖും ഫിർ റിസ്ഖ്, ഭക്ഷണത്തിൽ, നമ്മുടെ വരുമാനത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ജോലിയിൽ, സമ്പാദ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സങ്കുചിതത്വം, ഒന്നിനും തികയാതിരിക്കുക. എത്രയോ വലിയ അക്കങ്ങൾ ശമ്പളം വാങ്ങുന്ന മനുഷ്യന്മാർ പറഞ്ഞില്ലേ, മാസാവസാനമാകുമ്പോൾ പഠിച്ചവരെ കടം വാങ്ങലാണ്. അങ്ങനെ എത്ര ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ലോണ്, അല്ലെങ്കിൽ ബാങ്കുമായുള്ള ഇടപാടുകൾ, അല്ലെങ്കിൽ നാട്ടിലേക്ക് ഉണ്ടിക്ക് തവണയായിട്ട് പൈസ അയക്കൂലേ, അതിലൊക്കെ പലിശ വരും. അങ്ങനെ കൂട്ടിയിട്ടല്ലേ തരിക. സമയത്തിനനുസരിച്ച് വില കൂട്ടുന്നതൊക്കെ എന്താണ്? ഇത്ര സമയം കൊണ്ട് തന്നാൽ ഇത്ര, 2 മാസം കഴിഞ്ഞ് തന്നാൽ ഇത്ര തരേണ്ടി വരും, 6 മാസം കഴിഞ്ഞ് തന്നോളൂ ഇത്ര തരേണ്ടി വരും, അതാണ് പലിശ. ഈ ഏർപ്പാടുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ജീവിതത്തിൽ റാഹത്ത് ഉണ്ടാവില്ല. അതൊരു വലിയ പരീക്ഷണമാണ്. അതൊന്ന് വേഗം കരകയറാൻ നോക്കുക. എന്തെങ്കിലും ചെയ്തിട്ട് സംഭവിച്ചു പോയത് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അതില്ലാതിരിക്കുക, അതൊരു വലിയ റാഹത്താണ്, വലിയ റാഹത്താണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പലിശ ഇടപാടുകൾ ഇല്ലാതിരിക്കുക. പലിശയുടെ ഒരു പൊടി പോലും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ പറയുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഒരു കുറച്ച് പോയിൻ്റ് തരുന്നുണ്ട്, അപ്പോൾ ആ പോയിൻറ്റിന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ പറ്റും. ആരായി തരുന്നത്? പച്ചപ്പലിശ ബാങ്കുകാരാണ് തരുന്നത്. ഓരിപ്പോൾ ഹലാലായ പൈസ ഉണ്ടാക്കിയിട്ടാണ് പോയി തരുന്നത്. ഓരത് മുഴുവൻ ഹറാം തന്നെയല്ലേ. അവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഹറാമായ പ്രൊഡക്റ്റുകളാണ് അല്ലേ. അപ്പോൾ ജോലി തരുന്ന സമ്മാനം എന്ന് പറഞ്ഞിട്ട് വെറുതെ എടുക്കാൻ പറ്റുമോ? ഒരു പലിശക്കാരനാ മൂലയിലെ കൊണ്ടേക്കോളി, 1000 റുപ്യ ഡെയിലി നിങ്ങൾ കൊണ്ടേക്കോളി കേട്ടോ, എൻ്റെ വകയാണെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമോ? പറ്റുമോ? ചിലർ പറയുന്നത് നമ്മളായിട്ടൊന്നും ചെയ്തിട്ടല്ല, ഓലും ഇങ്ങോട്ട് തരുന്ന പോയിൻ്റാണ് എടുത്തൂടെ. അതിൻ്റെ ഉത്തരങ്ങൾ മനസ്സിലാക്കുക. പറ്റുമോ? ഇല്ല. അന്ത്യനാളിനോടടുക്കുമ്പോൾ നിങ്ങൾ പലിശയിൽ മുങ്ങിക്കുളിക്കുന്ന അവസ്ഥ വരും. അത്രയൊന്നും ഇല്ലെങ്കിലും
ഓബാറെങ്കിലും നിങ്ങളുടെ ദേഹത്തേക്ക് പാറുന്നു, പലിശൻ്റെ പൊടിയെങ്കിലും പാറും ദേഹത്തേക്ക്. അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചാൽ പൊടിയെങ്കിലും ദേഹത്തേക്ക് വരും. അങ്ങനത്തെ കാലഘട്ടമാണ് അന്ത്യനാളിനോടടുത്ത കാലഘട്ടം എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീഖും ഫിർ റിസ്ഖ്, തെറ്റ് ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ ഈ സങ്കുചിതത്വം ഉണ്ടാവും. തെറ്റ് നമ്മൾ ഒരു പ്രത്യേകമായ ഒരു 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 പെർട്ടിക്കുലർ തെറ്റിനെ കുറിച്ച് നല്ല പറയാം. അള്ളാഹുവിനോട് ചെയ്യുന്ന ധിക്കാരം എന്തൊക്കെയുണ്ടോ അതൊക്കെ റിസ്ഖിൽ ബാധിക്കും. അവസാനത്തേത് ഗളബുർ റഹ്മാനി വനഖ്സുൽ ഈമാൻ വഹുലൂലുൽ മസായിബി വൽ അഹ്സാൻ. ഗളബുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു നമ്മളോട് ദേഷ്യപ്പെടും. വനഖ്സുൽ ഈമാൻ, ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഈമാനെ സംബന്ധിച്ച് അഖീദയുടെ ഉലമാഇനിടയിൽ ഒരു ചർച്ച ഉണ്ട്. അൽ ഈമാനു യസീദു വയൻഖുസു. ഇമാം ബുഖാരി തങ്ങളൊക്കെ ബാബിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, ഇമാം മുസ്ലിം തങ്ങളൊക്കെ. ഈമാൻ കൂടുമോ കുറയുമോ? വിശ്വാസം അതിങ്ങനെ അവിടെ നിൽക്കല്ലേ, അതിപ്പോൾ ഇങ്ങനെ കൂടുക കുറയുക? അത് കൂടും, അത് കുറയും. ഞാൻ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ ഇസ്ലാം സെൻ്ററിൻ്റെ ബിൽഡിങ്ങിൽ. ഈ ബിൽഡിങ് ഒരു 150 കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഇത്ര ധൈര്യത്തിൽ നമ്മളോട് ഇരിക്കുമോ? ഇല്ല. അതായത് സിമെൻറ്റും കമ്പിയൊക്കെ എക്സ്പയർ ആയിട്ടുണ്ടാവും ആ ടൈം ആകുമ്പോഴേക്കും. അത്രയൊന്നും അതിൻ്റെ മുമ്പ് തന്നെ എക്സ്പയർ ആവും. നമ്മൾ ദുന്യാവിൽ മൊത്തം ഒരു വിശ്വാസത്തുമല്ല നമ്മൾ പോണത്. ഈ ബിൽഡിങ് പൊളിഞ്ഞു ചാടൂല എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതും നിങ്ങളിവിടെ ഇരിക്കണതും. അതിന് റൂഫ് കമ്പിക്ക് ഉറപ്പുണ്ടല്ലോ. കമ്പി സിമെൻറ്റും കൂടുമ്പോൾ ഉറപ്പ് കൂടല്ലേ ചെയ്യുള്ളൂ. അതിപ്പോൾ അടുത്തുണ്ടാക്കിയതാണല്ലോ, ഇപ്പോൾ അടുത്തല്ലേ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തലയ്ക്കൊന്നും വീഴില്ല, പോയിരിക്കാം. ഇതൊരു വിശ്വാസമാണ്. ആരെക്കുറിച്ച്? ഇരുമ്പിനെക്കുറിച്ചും സിമെൻറ്റിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. നമ്മൾ വാഹനത്തിൽ കയറുന്നു, നല്ല ടയറാണ് കേട്ടോ, മെയിൻ്റനൻസ് ഒക്കെ ഉള്ള ബസ് തന്നെ, RTNൻ്റെ ബസ്സല്ലേ, നല്ല ഡ്രൈവർമാരും ആയിരിക്കും, ഓലൊക്കെ നോക്കിയിട്ടല്ലേ പണി കൊടുക്കുള്ളൂ, അതുകൊണ്ട് കയറിയിരിക്കാം. അതൊരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് ലൈസൻസ് ഇല്ലാത്ത കുട്ടികളൊപ്പം നിങ്ങൾ പോകുമോ ഇപ്പോൾ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ? എന്തേ? നമുക്ക് വിശ്വാസമല്ല. ദുന്യാവ് മൊത്തം വിശ്വാസത്തിന് വരെ ഓടണത്. പിന്നെ എന്താ ഈമാൻ പറയുമ്പോൾ മാത്രം അത്ര പ്രശ്നം? നമ്മൾ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് പറയുന്നത്. നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക, ഓല് വിയർപ്പൊന്നും കൂട്ടി പൊറോട്ട ചുറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുക, കൈയൊക്കെ കഴുകാനുണ്ടാവും, മൂക്കൊക്കെ പൊറാട്ടിക്കൊന്നും ആവില്ല ചീറ്റണത്. ഈ ഒരു സമാധാനത്തിൽ നമ്മൾ കഴിക്കണത് അല്ലേ? അത് കിച്ചനെ കുറിച്ചുള്ളൊരു വിശ്വാസമാണ്. ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ളൊരു ഈമാനാണത്. നമ്മൾ ഈമാനിൽ പെടൂലേ, വാക്കൃത്തം പറയാണ്. ദുന്യാവ് മൊത്തം അങ്ങനെയാണ്. ഈ കസേര ഇത് ഫൈബറാണ്, പ്ലാസ്റ്റിക്കാണ്, കോസ്മോ പ്ലാസ്റ്റ് ആരുണ്ടാക്കിയെന്ന് അറിയില്ല, ഏതായാലും ഇതൊന്നും പൊളിഞ്ഞാടി വീഴില്ല, ഇരിക്കാൻ പറ്റും. ആ ഒരു പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള വിശ്വാസത്തിലാണ് നമ്മളായിരിക്കണത്. എല്ലാം വിശ്വാസത്തിലാണ് ഈമാൻ. നമ്മൾ പറയും, മുസ്ലിമീങ്ങൾ എന്ത് പറയും? ആമന്ന ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. ഈമാൻ കുറയും. നമുക്കിപ്പോൾ ഈ സാധനത്തിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച്, അതിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ഈ ഇരുത്തത്തിന് ഒരു ഉറപ്പ് കുറവ് വരും. മനുഷ്യൻ്റെ ഖൽബിലെ ഈമാൻ അങ്ങനെയാണെന്നാണ്. തെറ്റ് ഇബാദത്ത് കൂടുന്തോറും ഈമാൻ കൂടി വരും. തെറ്റുകൾ ചെയ്യുന്തോറും ഈമാൻ കുറഞ്ഞു വരും. അൽ ഈമാനു യസീദു വയൻഖുസു യസീദുഹു ത്വാഅത്ത് വയൻഖുസുഹു അൽ മആസി. തെറ്റുകൾ ഈമാനെ കുറച്ചു കളയും, നന്മകൾ ഈമാനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. അങ്ങനെയാണ് ഈമാൻ. അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. മുഅ്മിനീങ്ങളുടെ ഒരു തരം ലക്ഷണം തന്നെ അതാണ്. ഇദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. ഈമാൻ വർദ്ധിക്കും. അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഫബാഉ ബിഗളബിൻ അലാ ഗളബ്. അള്ളാഹുവിൻ്റെ ദേഷ്യം വരും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് റമദാനിലേക്ക് നമ്മൾ കടക്കുകയാണ്. സമയം 10:45. കുറച്ച് അമലുകൾ ഈ റമദാനിലേക്ക് നമുക്ക് ഒന്ന് ഓർത്തു വെക്കാൻ. സന്തോഷമുള്ള ജീവിതം ആവശ്യമുണ്ടോ? ഒരു 10 കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. ഒന്ന് ചുരുക്കി പറയാം. ഒന്ന്, അത്താഴ നേരത്തിരുന്നിട്ട് എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെയ്യുക. ഏതായാലും നോമ്പ് അത്താഴത്തിന് നമ്മൾ എണീക്കൂല. തസഹറു ഫഇന്ന ഫി സഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കണേ, അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ 2 മണിക്കല്ലേ കിടക്കണത്, ഇനിയിപ്പോൾ അത്താഴം കഴിക്കാൻ പറ്റുമോ? ഒരു വെള്ളമെങ്കിലും കുടിക്കുക, ഒരു ഈത്തപ്പഴമെങ്കിലും, ഒരു ഹാഫെങ്കിലും കഴിക്കുക ഈത്തപ്പഴത്തിന്. എന്തിന്? ലിസ്സുന്ന. അതാ വാങ്ക് വിളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയമാണ്. വാങ്ക് കൊടുക്കാനായിട്ട് കാത്തിരിക്കേണ്ട ഒരു 10 മിനിറ്റുമെങ്കിലും നിർത്തണം എന്നാണ്. വായ ശുദ്ധിയാക്കണം, ബ്രഷ് ചെയ്യണം. അങ്ങനെ വല്ല മാംസമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പല്ല് കുത്തേണ്ടവർക്ക് പല്ല് കുത്താൻ സമയം വേണം. ആ ഒരു വാങ്ക് വിളിക്ക് മുമ്പ് മുസല്ല വിരിച്ച് ഖിബിലയിലേക്ക് തിരിഞ്ഞ് ഒതുവോടുകൂടെ അസ്തഗ്ഫിറുല്ലാഹ്, റബ്ബേ എനിക്ക് മാപ്പ് തരണേ റബ്ബേ, ഇതൊരവസരമാണ്. ഈ കൊറോണ കാലത്തെങ്ങാനും നീ എന്നെ മരിപ്പിച്ച് കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്കിതിന് അവസരം കിട്ടില്ലായിരുന്നല്ലോ റബ്ബേ.
എൻ്റെ കൂടെയുള്ള എത്ര ആൾക്കാർ പ്രതീക്ഷിക്കാതെ മരിച്ചുപോയി പെട്ടെന്ന്. അവരാരെങ്കിലും ചിന്തിച്ചോ അടുത്ത കൊല്ലത്തെ കൊറോണയിൽ ഞാൻ മരിച്ചിട്ടുണ്ടാവുന്നല്ലേ, നമ്മൾ മരിക്കും? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടായോ? അള്ളാഹു നീ എനിക്ക് അവസരം തന്നില്ല, എനിക്ക് മാപ്പുത. ഇസ്തിഗ്ഫാർ ചെയ്യാം. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്താഴ നേരത്തെ എന്ത് ചെയ്യുക? ഇസ്തിഗ്ഫാർ ചെയ്യുക. അപ്പോൾ പിന്നെ വല്ല ചാനൽ റമദാൻ പരിപാടി ഉണ്ടാവും, അതൊന്നും അപ്പോൾ നോക്കണ്ട, അത് പിന്നെ എപ്പോഴെങ്കിലും നോക്കിക്കോളി. ആ അത്താഴ നേരത്തെ എന്ത് ചെയ്യുക? അത്താഴം ഭക്ഷണം കഴിക്കുക, കുറച്ച് സമയം അവിടെ ഇരുന്ന് അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അസ്തഗ്ഫിറുല്ലാഹ് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. 2, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിരിക്കുക. ഉറക്കവും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നടക്കൂല. പക്ഷെ നേരത്തെ ഉറങ്ങാനൊക്കെ കഴിയുകയാണെങ്കിൽ ഒന്നും നമുക്ക് ചൊല്ലാൻ കഴിയണില്ല, ഇരുന്നങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കുക വാങ്ങി കൊടുക്കണവരെ. അത് നല്ല രസകരമായൊരു അനുഭവമായിരിക്കും. മൊബൈലൊന്നും വേണ്ട, ഡാറ്റയും വൈഫൈ ഒക്കെ ഓഫ് ചെയ്യുക, അങ്ങനെ ഇരിക്കുക, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക. ഒരു ജനലൊക്കെ തുറന്നിടാൻ പറ്റിയാൽ പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ വല്ലാത്ത രസമായിരിക്കും. അള്ളാഹുവിൻ്റെ ആ ഒരു നേരത്തെ സമയത്തിൻ്റെ ഒരു മധുരിമ ഭയങ്കരമായിരിക്കും. ഒന്നിങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിങ്ങനെ ഇരിക്കുക, പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കുക, അള്ളാഹുവിൻ്റെ അളമത്തിനെ കുറിച്ച് നമ്മളൊക്കെ ഉറങ്ങി എണീറ്റു, പഠിച്ചവനെ അള്ളാഹു ഉറങ്ങിയിട്ടില്ല. അള്ളാഹു എങ്ങാൻ നമ്മളെ ഈ തൂങ്ങിറങ്ങണ പോലെ ഒരു നിമിഷം ഉറങ്ങിയാൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു ഉറങ്ങണില്ല. മിനൽ അസലി ഇലൽ അബദ് ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. നമ്മൾ ഉറങ്ങുകയാണ്, എൻ്റെ റബ്ബിന് ഉറക്കമില്ല. അള്ളാഹു ഉറങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ തളരുകയാണ്, എൻ്റെ റബ്ബ് തളരുന്നില്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ, അള്ളാഹുവിനെ തളർച്ച വരുന്നില്ല. അള്ളാഹുവിനെ കുറിച്ച് തഫക്കുറിൻ്റെ ചിന്തയുടെ ഒരു ഇരുത്തം വേണം. 3, മുജാലത്തു സ്വാലിഹീൻ, നിങ്ങളെപ്പോലെയുള്ള സ്വാലിഹീങ്ങളുടെ കൂടെ അല്പസമയം ചിലവഴിക്കുക. അല്പസമയം സ്വാലിഹീങ്ങളുടെ കൂടെ ചിലവഴിക്കുക. അത് വല്ല ദിക്റോ വല്ല പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സമയമാണ്. നമ്മുടെ ചുറ്റുപാട് അങ്ങനെ ആയതിൻ്റെ പേരിൽ എങ്ങനെയെങ്കിലുമൊക്കെ അറിയുകയാണെങ്കിൽ സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കുക. വല്ല മജ്ലിസ് ഉണ്ടെങ്കിൽ അവിടെ പോയിരിക്കുക. മുജാലത്തു സ്വാലിഹീൻ, ഒന്നുമില്ല, നല്ല മനുഷ്യന്മാരുടെ കൂടെ ഇരുന്നാൽ ഒരു വലിയ പോസിറ്റീവ് എനർജി കിട്ടും. 4, അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. ദിക്ർ നാവിലെപ്പോഴും കാലം മുഴുവൻ സുന്നത്ത് നോമ്പെടുക്കുന്നതിനേക്കാളും രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലലാണ്. അങ്ങനെ നടക്കുമ്പോഴൊക്കെ ദിക്ർ ചൊല്ലി അങ്ങനെ പോവുക, ഡ്രൈവ് ചെയ്യുമ്പോൾ ദിക്ർ ചൊല്ലുക, എന്ത് രസമായിരിക്കും. റാഹത്തായിട്ട് അങ്ങനെ ദിക്ർ ചൊല്ലുക. ഖുർആനൊക്കെ നല്ല ഖുർആൻ റേഡിയോകളില്ലേ, അബുദാബി ഇദാഅത്തുൽ ഖുർആനിൽ കരീം മിൻ അബുദാബി, അതൊക്കെ ഓൺ ചെയ്താൽ അങ്ങനെ ഖുർആൻ കേട്ട് അങ്ങനെ പോയിക്കൂടെ, എന്ത് രസമായിരിക്കും. 5-ാമത്തേത്, നിസ്കരിക്കുമ്പോൾ 4 റക്അത്തിന് ഖുശൂ വേണം. 4 റക്അത്ത് നിസ്കാരത്തിൽ 2 റക്അത്തെങ്കിലും മിനിമം ഔട്ട് ഓഫ് 100 ഔട്ട് ഓഫ് 100 കോൺസെൻട്രേഷൻ കിട്ടാൻ ശ്രമിക്കുക. എന്നാൽ പിന്നെ അടുത്ത 2-ൽ 90 കിട്ടും. സുബ്ഹിയൊക്കെയാണെങ്കിൽ ഒരു നിലക്കും മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. ആകെ 2 റക്അത്തുള്ളൂ. പിന്നെ എടുക്കാൻ പോകാൻ നേരം 2 റക്അത്തെങ്കിലും റക്അത്താനി അല്ലാഹു ബിഖുശൂഇൻ, ഖുശൂഅോടുകൂടെ. ഇനി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, നല്ല ഖുശൂഅോടുകൂടെ നിസ്കരിക്കുക. ഇപ്പോൾ ഫർള് ചില ആൾക്കാർക്ക് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഓരോരുത്തരുടെ കുപ്പായം കണ്ടിട്ടും ഇപ്പുറത്തെ ആളുടെ പാൻറ്റ് കണ്ടിട്ടും മറ്റൊരുടെ മുമ്പത്തെ ട്രൗസർ കണ്ടിട്ടും നിസ്കാരമൊക്കെ ആകെ തശ്വീഷാവും അല്ലേ? ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. അത് വെച്ച് ജമാഅത്തിന് പോകാൻ പറ്റില്ലേ? ജമാഅത്താണ് അപ്പോഴും ശ്രേഷ്ഠമായത്. അങ്ങനെ കണ്ണിങ്ങനെ നോക്കും പ്രശ്നം, കണ്ണ് ചിമ്മിക്കോ, അങ്ങനെ പ്രശ്നമാണെങ്കിൽ കണ്ണ് തുറക്കലാണ് നല്ലത്. കണ്ണ് ചിമ്മിസ്കരിക്കൽ കറാഹത്താണെന്നാണ്. പക്ഷേ അങ്ങനെ കണ്ണ് തുറന്ന പ്രശ്നമാണ്. അങ്ങനെ മുമ്പിലുള്ള മനുഷ്യന്മാരുടെ ഡ്രസ്സിങ്ങൊക്കെ വളരെ മോശമായിരിക്കും. കണ്ണ് എല്ലാം അടച്ചു പിടിച്ചാൽ മതി. അല്ലെങ്കിൽ സുജൂദിൻ്റെ ഭാഗത്തേക്ക് മാത്രം നോക്കുക. നമ്മൾ ഐ സ്കാൻ ചെയ്യുമ്പോൾ കണ്ണോട് നോക്കാൻ പാടില്ല, സ്ക്രീനിക്ക് മാത്രം നോക്കാൻ. നമ്മൾ കണ്ണൊക്കെ തുറന്ന് കാട്ടി കൊടുക്കൂലേ, അവിടേക്ക് മാത്രം നോക്കിയാൽ മതി, വേറെ എവിടേക്ക് നോക്കരുത്. സുജൂദിൻ്റെ മഖാമിലേക്ക് നോക്കുക. 2 റക്അത്തെങ്കിലും ഖുശൂഅോടുകൂടെ എല്ലാ ദിവസവും നമുക്ക് നിസ്കരിക്കാൻ കഴിയണം. എല്ലാ നിസ്കാരവും ഫർളെങ്കിലും നമ്മൾ ശരിയാക്കി എടുക്കുക. അത് കഴിയിട്ടോ, നമ്മൾ വെറുതെ പറയാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ സമാധാനിപ്പിക്കാനൊക്കെ നമ്മൾ പറയും ചിലപ്പോൾ, എന്ത് അപ്പോൾ എല്ലാവർക്കും ഇപ്പം അങ്ങനെ തന്നെ ഇല്ലേ, ബേജാറാണ്ട. പക്ഷേ അത് കഴിയുന്ന സംഗതിയാണ്. യോഗാഭ്യാസം ചെയ്ത് നോക്കി നിങ്ങൾ, 3/4 മണിക്കൂറൊക്കെ ഒരൊറ്റ ഇരുത്താക്കരം, എന്ത് ലോകത്ത് നിങ്ങൾ എവിടേക്കോ പറന്നെത്തും. എന്നാൽ പിന്നെ നിസ്കാരത്തിന് അത്രയൊന്നും സമയമില്ലല്ലോ, ആകെ 5 മിനിറ്റ് അല്ലേ വേണ്ടു, 4 മിനിറ്റ് 3 മിനിറ്റ്. എന്താ നമുക്ക് അള്ളാഹിനെ പറ്റി മാത്രം ആലോചിച്ചാൽ അത് പറ്റും. നമ്മൾ അങ്ങനെ നിസ്കരിക്കുക, അപ്പോഴേ അതിനൊക്കെ ഒരു രസം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വെറുതെ ഒരു കാട്ടിക്കൂട്ടലായി മാറും. 6-ാമത്തേത് ഖുർആൻ അർത്ഥമറിഞ്ഞു ഓതുക. കുറഞ്ഞ ഭാഗങ്ങളിൽ ഇപ്പം നമ്മുടെ കെ വി ഉസ്താദിൻ്റെ
ആ തഫ്സീർ കിട്ടുമ്പോൾ, ഒന്നുമില്ലെങ്കിൽ ഖുർആൻ ഓൺ വെബ്, ഖുർആൻ ഓൺ ഇസ്ലാം ഓൺ വെബ്, ഇസ്ലാം ഓൺ വെബ് ഉണ്ട്, അതിൽ ഖുർആൻ ഓൺ വെബ് ഉണ്ട്, അതിൽ നോക്കിയാൽ കിട്ടും. എപ്പോഴെങ്കിലും കുറച്ചെങ്കിലും, ഒരുപാട് ഖുർആൻ മുഴുവൻ നമ്മൾ അർത്ഥം പഠിക്കാൻ നിന്നാൽ റമദാനിൽ ഓതാൻ സമയം കിട്ടൂല, എന്നാലും കുറച്ചെങ്കിലും ഭാഗം തദബ്ബറോടുകൂടെ ഓതുക, അത് വലിയ കൂലിയാണ്. ഖുർആൻ അർത്ഥമറിഞ്ഞ് ഓതുക. പിന്നെ സുയാമു യൗമിൻ ഷദീദിൽ ഹർ, ഏഴാമത്തേത് നല്ല ചൂടുള്ള സമയത്ത്. ഇപ്പോൾ കാലാവസ്ഥ ഒരല്പം ചൂട് പിടിക്കണുള്ളൂ, വലിയ ചൂടൊന്നും ആയിട്ടില്ല. നല്ല ചൂടുള്ള സമയത്ത് സുന്നത്ത് നോമ്പെടുക്കുമെന്ന് നിശ്ചയം ചെയ്യുക, ആ കൽബ് കൊണ്ടൊന്ന് നിയ്യത്ത് ചെയ്യുക. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഒന്ന് പറ്റുന്നവർ ചെയ്ത് നോക്കുക. എന്ത് ചെയ്യുക, നല്ല ചൂടുള്ള സമയം ഇൻഷാ അല്ലാഹ് ഞാൻ സുന്നത്ത് നോമ്പ് കുറച്ച് കൂടുതലെടുക്കും, അല്ലെങ്കിൽ തീരെ എടുക്കാത്ത ആൾക്കാരാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ തുടങ്ങുക, അല്ലെങ്കിൽ 13, 14, 15 അയ്യാമുൽ ബീദുകൾ എടുത്തു തുടങ്ങുക, അല്ലെങ്കിൽ കുറച്ച് ഏറെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരു നിയ്യത്ത് വേണം. എന്തിനാണെന്നറിയോ, റമദാൻ തന്നെ ടെൻഷൻ തോന്നും, അല്ലെങ്കിൽ ഇതിലും ചൂടുള്ള കാലത്ത് ഞാൻ നോമ്പെടുക്കാൻ തയ്യാറാണ് എന്ന ഖൽബ് അങ്ങോട്ട് റെഡിയായാൽ റമദാന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ആരും അറിയാതെ ഒരു 10 ദിർഹമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, റമദാനിൽ സ്വതക്ക ചെയ്യണം. അത് ഡെയിലി ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. ആകെ 10 റുപ്യ കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയാണെങ്കിൽ അത് മതി. എത്ര പറ്റുന്നവർ കേട്ടോ, പിഷ്കന്മാരാവാൻ പറയല്ലേ, പറ്റുന്നവർ നല്ലോണം കൊടുക്കുക, സ്വതക്ക നല്ലോണം ചെയ്യുക. എങ്ങനെയെന്നറിയോ, ആരും അറിയാതെ കൊടുക്കുക. നിങ്ങളും പഠിച്ചവന് മാത്രം അറിഞ്ഞാൽ മതി. ആ കൊടുക്കുന്ന ആൾ പോലും അറിയരുത് നിങ്ങളാരാണെന്ന്, മൂപ്പർക്ക് നിങ്ങളാരാന്ന് അവർക്കും അറിയില്ല. അങ്ങനത്തെ സ്വതക്ക പറ്റുമെങ്കിൽ അതിനാണ് വലിയ കൂലിയുള്ളത്, വലിയ കൂലി അതിനാണ്. സ്വകാര്യമായിട്ട് കൊടുക്കുക. സ്വതക്ക ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടാവുക. ഇപ്പം തന്നെ എന്ത് ചെയ്യുക, കുറച്ച് പൈസകളൊക്കെ എന്ത് ചെയ്യുക, മുഴുവൻ തീർക്കാതെ റമദാനിലേക്ക് മാറ്റി വെക്കുക, ചാരിറ്റി ചെയ്യാൻ, സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ട്. നാട്ടിൽ കഴിച്ചു കൊടുത്തോളൂ, ഇവിടെയാണെങ്കിൽ ഇവിടെ കൊടുക്കുക, സ്വകാര്യമായിട്ട് കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ പ്രയാസമെങ്കിലും നീക്കി കൊടുക്കാൻ നമ്മൾ ദൃഢനിശ്ചയം ചെയ്യുക. റമദാനിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ, ഒരാൾക്കെങ്കിലും ഒരു സഹായം കൃത്യമായിട്ട് ചെയ്യാൻ ഞാൻ നിയ്യത്ത് ചെയ്യുകയാണ് പടച്ചോനെ. അങ്ങനെ നിയ്യത്ത് നമുക്ക് പറ്റുന്നത് ചെയ്ത് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരാൾക്ക് പ്രയാസമുണ്ട്, ഭക്ഷണമില്ല, ബുദ്ധിമുട്ടാണ്, യതീമക്കളാണ്, വിധവകളാണ്, നമ്മൾ സഹായിക്കുക. ഒരാൾക്കെങ്കിലും ഒരു പ്രയാസം നീക്കി കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അവസാനത്തേത് നമ്മൾ ചിന്തിക്കേണ്ടത് വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. ദുനിയാവ് ജോലി ഉണ്ടായാലും ഇല്ലെങ്കിലും, പണി കിട്ടിയാലും പണി പോയാലും ഇവിടുന്ന് മരിച്ചു പോകേണ്ട ലോകമാണ്. വീട് വെച്ചാലും ഇല്ലെങ്കിലും, ചെറുതായാലും വലുതായാലും, വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും, കുട്ടികളുണ്ടായാലും ഇല്ലെങ്കിലും, മക്കളെ കെട്ടിച്ചാലും കെട്ടിച്ചില്ലെങ്കിലും ഞാൻ ഇവിടുന്ന് പോകും, എൻ്റെ ആഖിറമാണ് എന്നുണ്ടാവുള്ളൂ. ആ ഒരു ചിന്ത നമ്മുടെ ഖൽബിലേക്ക് കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് റമദാനിലും അതിനപ്പുറത്തേക്കും നമുക്കിത് വലിയ ഊർജ്ജമായിരിക്കും. അവസാന സെക്കൻഡ് വരെ മൂല്യത്തോടുകൂടെ ജീവിക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ ബഖിയ മിൻ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിമൻ ഔസാനാ ബിദ്ദുആ. അല്ലാഹുമ്മ ഹസ്സിൽ മഖാസിദനാ വബല്ലിഗ് മറാമനാ. അല്ലാഹുമ്മ ഹസ്സിൽ മുറാദനാ വമുറാദ മൻ ഔസാനാ ബിദ്ദുആ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ما خفي من ذنوبنا وما ظهر من معاصينا. اللهم اغفر لنا ما لا يعلمه إلا أنت. اللهم اغفر لنا، اللهم اغفر لنا، اللهم اغفر لنا، اللهم اغفر لنا، اللهم اغفر لنا ولوالدينا ولمن له حق وفضل علينا ولذوينا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اشفنا، اللهم اشف مرضانا، اللهم عافنا وعاف مبتلانا وارحمنا وارحم موتانا وموتى المسلمين جميعا. اللهم بلغنا رمضان، اللهم بلغنا رمضان، اللهم بلغنا رمضان. اللهم سلمنا إلى رمضان وسلم رمضان لنا يا حي يا قيوم. اللهم وفقنا فيه للصيام والقيام والصدقات والتطوعات وسائر الخيرات يا رب العالمين. اللهم استرنا بسترك يا ستار. اللهم اغفر لنا بمغفرتك يا غفار. اللهم ارحمنا برحمتك يا رحمن. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. എല്ലാവരും മാസ്ക് ഇട്ടോളിട്ടാ.
അപ്പോൾ ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്കെല്ലാവർക്കും ലോക മുസ്ലിമീങ്ങൾക്ക് വിശേഷിച്ചും സംതൃപ്തമായ റാഹത്തുള്ള റമളാനും ഈദും മൗസിമുൽ ഖൈറാത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിപാടി സംഘടിപ്പിച്ച സുന്നി സെൻ്ററിൻ്റെ ഉസ്താദുമാർ, പ്രവർത്തകന്മാർ, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരോടും നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സന്തോഷം. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ ശനിയാഴ്ചകളിലെ ഖുർആൻ ക്ലാസ്സിൻ്റെ ഒരു പ്രതീതി ഇന്നാണ് ഇപ്പോൾ ഉണ്ടായത്. അൽഹംദുലില്ലാഹ്. ഉസ്താദിന് ഒരുപാട് നന്ദിയുണ്ട്. അല്ലാഹു തആല ജസാക്കല്ലാഹു ഖൈർ യാ ഉസ്താദ്, ജസാക്കല്ലാഹു ഖൈർ യാ ഉസ്താദ്. ഒരുപാട് സമയം നമ്മുടെ കൂടെ ഇരുന്ന പ്രിയപ്പെട്ട മുഅ്മിനുകൾ, അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാടേറെ സമയം വൈകിയിട്ടും, ഇപ്പോൾ നാട്ടിലൊക്കെ 12:30 മണിയായിട്ടുണ്ട്, എന്നിട്ടും നമ്മുടെ ഓൺലൈനിൽ ഈ പരിപാടി വീക്ഷിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും അബുദാബി സുന്നി സെൻ്ററിൻ്റെയും അബുദാബി SKSF-ൻ്റെയും നന്ദിയും കടപ്പാറും അറിയിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.